നമസ്കാരം. ഷെക്കേന ബിഗ് ഡിബേറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ കഴിഞ്ഞ 7-ാം തീയതി ഹമാസ് ഇസ്രായേൽ സംഘർഷം ആരംഭിച്ചതിന് ശേഷം ഇന്നും അത് കൊടുമ്പിരിക്കൊണ്ടുകൊണ്ടേയിരിക്കുന്നു. ഇവിടെ ഈ കൊച്ചു കേരളത്തിലും അതിൻ്റെ അലയൊലികൾ അല്പം പോലും അടങ്ങിയിട്ടില്ല എന്ന് മാത്രമല്ല, ഹമാസ് ഭീകരതയ്ക്കെതിരെ ഒരു പോസ്റ്റ് ഇട്ടു എന്നതിൻ്റെ പേരിൽ ഒരു സ്ത്രീക്ക് വധഭീഷണി വരെ നേരിടേണ്ടി വന്ന സാഹചര്യവും ഈ കൊച്ചു കേരളത്തിൽ ഉണ്ടായിരിക്കുകയാണ്. ഒരുപക്ഷെ ലോകത്തിൽ ഏതാനും ചില തീവ്ര ഇസ്ലാമിക രാജ്യങ്ങൾ ഒഴികെ ബാക്കി എല്ലാ രാജ്യങ്ങളും ഈ ഹമാസ് ഭീകരതയ്ക്ക് എതിരെ നിലപാടെടുക്കുകയും ഇസ്രായേലിന് അനുകൂലമായിട്ട്, എന്തിനധികം നമ്മുടെ ഇന്ത്യ രാജ്യം പോലും, കേന്ദ്ര ഗവൺമെന്റ് പോലും ഇസ്രായേലിന് അനുകൂലമായ ഒരു നിലപാടെടുക്കുകയും ചെയ്യുമ്പോൾ വളരെ എന്താ പറയുക, നിർഭാഗ്യകരമെന്നോ അല്ലെങ്കിൽ മറ്റെന്താണ്, നമ്മുടെ കേരളത്തിൽ മാത്രം ഇവിടെ ഗവൺമെന്റ് എന്നോ പ്രതിപക്ഷമെന്നോ ഭേദമില്ലാതെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, എന്തിനധികം ചില ക്രൈസ്തവ പുരോഹിതർ പോലും ഒരുപക്ഷെ കാര്യം അറിഞ്ഞിട്ടാണോ അറിയാതെയാണോ അവരും ഈ ഹമാസ് ഭീകരതയ്ക്ക് അനുകൂലമായ നിലപാടെടുക്കുമ്പോൾ വാസ്തവത്തിൽ നമ്മൾ കേരളം അനുകൂലിക്കുന്നത് പലസ്തീനെയാണോ അതോ ഹമാസ് ഭീകരതയാണോ എന്ന് സാധാരണക്കാരായിട്ടുള്ള ഏവർക്കും ഒരു സംശയം ഇപ്പോൾ ഉളവായിരിക്കുകയാണ്. ഈ വിഷയമാണ് ഇന്ന് ഷെക്കേന ബിഗ് ഡിബേറ്റ് ചർച്ച ചെയ്യുന്നത്. ശ്രീമതി ജോയ്സ് മേരി ആന്റണി, അങ്ങ് മൂവാറ്റുപുഴ മുനിസിപ്പൽ കൗൺസിലറാണ്. കോൺഗ്രസിന്റെ വളർന്നു വരുന്ന ഒരു നേതൃത്വമാണ്. അതിലുപരി അങ്ങ് 2 കുട്ടികളുടെ അമ്മയാണ്, ഒരു സംരംഭകയാണ്. അങ്ങനെയൊക്കെയുള്ള നിങ്ങൾക്ക് ഒരു പോസ്റ്റ് ഇട്ടതിൻ്റെ പേരിൽ 40ഓളം പിഞ്ചു കുഞ്ഞുങ്ങളുടെ തലയറക്കുന്ന ഹമാസ് ഭീകരതയ്ക്കെതിരെ ഒരു അമ്മ എന്ന നിലയിൽ, അങ്ങയുടെ വാക്കുകളിൽ തന്നെ ഒരു അമ്മ എന്ന നിലയിൽ അതിനെതിരെ പ്രതികരിച്ചതിൻ്റെ പേരിൽ വലിയ ഭീഷണികൾ ഉയർന്ന ആ സാഹചര്യം എന്താണ് വാസ്തവത്തിൽ? കഴിഞ്ഞ ദിവസം ജോയ്സ് മേരി ഒരു ഫേസ്ബുക്ക് ലൈവിൽ വന്ന് കാര്യങ്ങൾ വിശദീകരിക്കേണ്ട സാഹചര്യം ഉണ്ടായി. അതിന്റെ പിന്നിൽ എന്തൊക്കെയാണ് സംഭവിച്ചത്? അത് കഴിഞ്ഞ ദിവസം ലൈവിലും ഞാനത് കൃത്യമായിട്ട് പറഞ്ഞായിരുന്നു. ഞാന് പോസ്റ്റ് ഇട്ടത് നമ്മളെല്ലാരും കണ്ടതാണ്, 40 കുഞ്ഞുങ്ങളുടെ കഴുത്തറുത്ത് കൊല ചെയ്യപ്പെട്ടു എന്നുള്ള വാർത്ത. അപ്പൊ അതിന് മുന്നോടിയായിട്ട് ഒരു വീഡിയോ പ്രചരിച്ചിരുന്നു. ഒരു ചെറിയ കേജില്, കുഞ്ഞുങ്ങൾക്ക് പോലും എണീറ്റ് നിൽക്കാൻ പറ്റില്ലാത്ത ചെറിയ കേജിൽ അടയ്ക്കപ്പെട്ട കുറച്ച് കുഞ്ഞുങ്ങളും അതുങ്ങളുടെ നിലവിളിയും ഒരു വീഡിയോയിൽ കണ്ടിരുന്നു. അപ്പൊ ഈ വീഡിയോ അതിന്റെ തലേദിവസം റിലീസ് ആവുന്നത്, കുഞ്ഞുങ്ങള് മരണപ്പെട്ടു എന്ന വാർത്ത പുറത്തു വരുന്നതിന്റെ തലേദിവസമാണ്. അപ്പം മുതൽ മനസ്സിൽ ഭയങ്കര ഒരു വിഷമമായിരുന്നു. കുഞ്ഞുങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ലേ എന്നുള്ള ഒരു വിഷമത്തിലാണ്, പ്രാർത്ഥനയിലായിരുന്നു. പിറ്റേ ദിവസം ഞാൻ കാണുന്ന വാർത്ത എന്ന് പറയുന്നത് 40 കുഞ്ഞുങ്ങൾ കഴുത്തറക്കപ്പെട്ട് ചെയ്യപ്പെട്ടു, അത് ഹമാസിനാൽ എന്നുള്ള ന്യൂസ് ആയിരുന്നു. അപ്പം അത് അതേ പ്രായത്തിലുള്ള ഒരു മോനുണ്ട് എനിക്കൊന്ന് മോനെക്കഞ്ഞും ചെറിയ കുട്ടികൾ വരെ ആ കേസിലുണ്ടായിരുന്നു, ആ വീഡിയോയിലുള്ളതിലുണ്ടായിരുന്നു. അപ്പോ ഈ പറയപ്പെടുന്ന വാർത്തയിലും അങ്ങനെ ഞാൻ പറയും. അപ്പൊ ആ ഇത്രയും ചെറിയ കുഞ്ഞുങ്ങളുടെ അമ്മ കൂടിയാണ് ഞാൻ. സ്വാഭാവികമായിട്ടും ഒരു അമ്മ എന്നുള്ള നിലയിലുള്ള വിഷമം എനിക്ക് ഒരു പൊതുപ്രവർത്തക എന്നതിൽ അപ്പുറത്തായിട്ട് ഒരു അമ്മ എന്നുള്ള എന്റെ വികാരമാണ് അവിടെ റിഫ്ലക്ട് ചെയ്തത്. അപ്പൊ അതിനുശേഷം ഞാൻ അത്ര വിഷമത്തോടു കൂടിയാണ് ഒരു പോസ്റ്റ് ചെയ്യാനായിട്ട്. എന്റെ സ്റ്റേറ്റ്മെന്റ് ക്ലിയർ ആണ്. അതാ ഞാൻ ഇതിന്റെ പറയുന്ന മതാന്ധത തലയ്ക്ക് പിടിച്ചാല്, മതാന്ധത നാടിനെ ഭരിച്ചാൽ മനുഷ്യർ പിശാചുക്കളാകും എന്നുള്ളത്. അതിൽ ഈ മതം ഏതായാലും എന്നുകൂടി ഞാൻ അതിൽ പറയുന്നത്, അത് ഏത് മതമായാലും ആ മതത്താൽ ഒരു നാട് നിയന്ത്രിക്കപ്പെടേണ്ടുന്ന അവസ്ഥ വന്നു കഴിഞ്ഞാല് മനുഷ്യർ പിശാചുക്കളാവാം. അത് ആരും ആയിക്കോട്ടെ, ജൂതന്മാരായിക്കോട്ടെ, ക്രിസ്ത്യാനികളായിക്കോട്ടെ, ഹൈന്ദവരായിക്കോട്ടെ, ക്രൈസ്തവരായിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, ആ ഒരു സംവിധാനത്തിന്, നിലവിലുള്ള നമ്മുടെ സിവിലിയൻ സംവിധാനത്തിന് അപ്പുറത്തായിട്ട് മതം ഭരിക്കപ്പെടുമ്പോൾ ആ ഒരു സാഹചര്യം വരും. അതാണ് ആ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. ആൻഡ് സെക്കൻഡ്ലി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല് 40 കുഞ്ഞുങ്ങളുടെ തലയിറക്കപ്പെട്ടു എന്ന വാർത്ത സത്യമാണ് എങ്കിൽ ഹമാസ് പഠിച്ചോൾ നിങ്ങളോട് പൊറുക്കട്ടെ എന്നുള്ളതാണ്. ഇതിനകത്ത് ക്ലിയർ ആണ്. കാരണം ആ വാർത്തയുടെ കൺക്ലൂഷൻ, അതിന്റെ ഒരു ജെനുവിനിറ്റി കിട്ടിയത് CNN പറയുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ UN നിന്നുള്ള റിപ്പോർട്ടുകൾ പറയുന്നുണ്ടായിരുന്നു. മറ്റു നമ്മുടെ കേരളത്തിലെ ആ ദിവസത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതൊക്കെ ഒരു ജെനുവിനിറ്റി ആണ് എനിക്ക് ഫീൽ ചെയ്തത്. അതുകൊണ്ടാണ് ഞാനത് അങ്ങനെ തന്നെ എഴുതി. അപ്പോൾ പോലും വാർത്ത സത്യമെങ്കിൽ എന്ന് ഞാൻ അതിൽ എഴുതിയിരുന്നു. അപ്പൊ അതിന്റെ അകത്ത് ഒരു വർഗീയതയോ ഏതെങ്കിലും ഒരു മതത്തെ ആരോപിക്കുന്നതായിട്ടോ ഒന്നുമില്ല. ഒരു സാധാരണ ബുദ്ധിയും ബോധമുള്ള ആർക്കും വായിച്ചാൽ, കുറച്ച് വിവേകമുള്ളവർക്ക് വായിച്ചാൽ അത് മനസ്സിലാവും അതിലൊരു വർഗീയത ഇല്ല എന്നുള്ളതും ഒരു അമ്മയുടെ വികാരമാണെന്നുള്ളത്. പക്ഷേ
ഒരുപറ്റം ആളുകള് അതിനെ വർഗീയതയായി ചിത്രീകരിക്കാൻ ബോധപൂർവമായ ഒരു ശ്രമം ഉണ്ടായത്. അത് കണ്ടറിയാം. അതിന്റെ ആ ഒരു പോസ്റ്റിന്റെ താഴെ വന്നിരിക്കുന്ന കമന്റുകൾ അത്തരത്തിൽ ചിത്രീകരിക്കപ്പെടുന്ന രീതിയിലുള്ളതും അതുപോലെ ഹമാസിന് വേണ്ടിയിട്ടുള്ള മുറവിളികളുമായിരുന്നു. ഞാൻ തീർച്ചയായിട്ടും ഞാൻ ഇസ്രായേൽ അനുകൂലി എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു. ഞാൻ ഇപ്പോഴും പറയുന്നു, പാലസ്തീനിലെ ജനങ്ങൾക്ക് നീതി കിട്ടണമെന്നും സമാധാനം ഉണ്ടാകണമെന്നും കൃത്യമായും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എന്നെയാണ് അവര് ഹമാസിന്റെ ചില നിലപാടുകൾക്കെതിരെ, യുദ്ധ നയങ്ങൾക്കെതിരെ മാത്രമാണ് ഞാൻ പ്രതികരിച്ചത്. അപ്പൊ അത് വ്യക്തി സ്വാതന്ത്ര്യം പോലും നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യം, ഏതൊരു വ്യക്തികൾക്കും അവരുടേതായ അഭിപ്രായം ഉണ്ടല്ലോ, അത് ഞാൻ കണ്ടു. അതിനുശേഷം ഒരുപാട് ഫോൺ കോൾസും പ്രഷറുകളും ഒക്കെ എനിക്കുണ്ടായി. എല്ലാ രീതിയിലുമുള്ള പ്രഷറുകൾ ഉണ്ടായിരുന്നു. അതിനും ശേഷമാണ് പിന്നീടാണ് പല കാര്യങ്ങളും എനിക്ക് ആ പോസ്റ്റ് ഹൈഡ് ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വന്നു. ഫോൺ കോളുകൾ വന്നു. പിന്നീട് ഞാനൊരു ലൈവ് പോകേണ്ട ഒരു അവസ്ഥയിലേക്കും വന്നു. പക്ഷെ ഇപ്പോഴും ഞാൻ പറയുന്നു, എന്റെ സ്റ്റേറ്റ്മെന്റിൽ ഒരു വർഗീയത ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം ഞാൻ വർഗീയതയ്ക്ക് എതിരായിട്ടുള്ള സെക്യുലറിസത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. ജോയ്സിന്റെ പൂർണ്ണമായ ബോധ്യത്തോടെയാണല്ലോ ആദ്യത്തെ പോസ്റ്റ് ഇട്ടത്. പിന്നെ അത് ഹൈഡ് ചെയ്യേണ്ടതായിട്ടുള്ള സാഹചര്യം എന്തായിരുന്നു? ആരുടെയെങ്കിലും പ്രഷർ എവിടെ നിന്നെങ്കിലും ഉണ്ടായിരുന്നു? പ്രഷർ, നമ്മളെ മാനസികമായി ഞാൻ ഒരുപാട് അതിനുശേഷം ഡൗൺ ആയിരുന്നു. കാരണം നമുക്കത് അത്രത്തോളം തന്നെ ഫോൺ കോളുകൾ വന്നു. അതുപോലെ എന്നോട് അടുപ്പമുള്ള വ്യക്തികളും എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അത് ഒന്ന് ഹൈഡ് ചെയ്യോ അല്ലെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യണം എന്നുള്ള രീതിയിലേക്ക് പറഞ്ഞു. പിന്നെ വ്യക്തിപരമായി ആക്ഷേപിച്ചുകൊണ്ടുള്ള പോസ്റ്റുകൾ ഫേസ്ബുക്കിൽ പ്രത്യക്ഷപ്പെട്ടു. അതായത് ഞാൻ ഒരു ഇൻസിഡന്റിനെ ഞാൻ അപലപിച്ചപ്പോ അവര് എന്റെ പേഴ്സണൽ ലൈഫിനെ വരെ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള പോസ്റ്റുകളാണ് ഇട്ടത്. നമുക്കറിയാം ഇപ്പോഴത്തെ നിയമങ്ങൾ അനുശാസിക്കുന്നില്ല ഒരു സ്ത്രീയുടെ ഫോട്ടോ അവരുടെ പെർമിഷൻ കൂടാതെ ഷെയർ ചെയ്യാൻ പോകും. എന്റെ ഫോട്ടോ സഹിതമുള്ള പോസ്റ്റുകൾ ഫേസ്ബുക്കിലൊക്കെ പ്രത്യക്ഷപ്പെട്ടു. സ്വാഭാവികമായിട്ടും ഞാൻ ഒരു പൊതുപ്രവർത്തകയാണ്, എല്ലാം ശരിയാണ്. പക്ഷെ അതിനൊക്കെ അപ്പുറമായിട്ട് ഞാനൊരു സാധാരണ വീട്ടമ്മ കൂടിയാ. 2 മക്കളുണ്ട്, ഒരു വിഡോയാണ്. അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ ഞാൻ കൺസിഡർ ചെയ്യണമല്ലോ. അപ്പം അത്തരത്തിലാണ് ഞാനത് ഹൈഡ് ചെയ്യാനുണ്ടായ ഒരു സാഹചര്യം. ഈ മക്കളെ ഓർത്ത് എനിക്ക് ഇപ്പോൾ ഭയമുണ്ട്, വളരെ അസ്വസ്ഥയാണ് ഞാൻ എന്ന് ആ ഫേസ്ബുക്ക് ലൈവിൽ ജോയ്സ് പറഞ്ഞിരുന്നു. എനിക്ക് ഇന്റർനാഷണൽ ഐഡികളിൽ നിന്ന്, അതായത് അത് ഈ നമുക്ക് കോൾസ് വരും, നമുക്കറിയാം ആപ്ലിക്കേഷൻസ് ത്രൂ ജനറേറ്റ് ചെയ്യുന്ന കോളുകൾ ഉണ്ടാവുമല്ലോ. അതില് നമുക്ക് ഒരിക്കലും അവരുടെ ഐഡന്റിറ്റി നമുക്ക് കണ്ടെത്തുക ബുദ്ധിമുട്ടാണ്. ഇവൻ സൈബറിലുള്ളവരായിട്ടൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് അതാണ്, നമുക്ക് ഐഡന്റിറ്റി. അതെ, അങ്ങനെ ആ വിധത്തിലുള്ള ഭീഷണികൾ എന്തെങ്കിലും ഉണ്ടായോ? ജോസഫ് മാഷിന്റെ കൈവെട്ടിയ നാടും കൂടെ ആണല്ലോ ഇത്. അതെ, അതേ സെന്റൻസ് തന്നെ എന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളവരുണ്ട്. അടുത്ത ജോസഫ് മാഷ് ആണ്. പിന്നെ അതുപോലെ എന്താ ജോസഫ് മാഷിന്റെ കൈവെട്ടിയെങ്കിൽ അടുത്തത് തലയാവും. അങ്ങനെയൊക്കെയുള്ള ഇതുണ്ട്. അപ്പൊ ഞാൻ അതിനെയൊക്കെ ചിരിച്ചു തള്ളിയതേ ഉള്ളൂ. അത് നിസ്സാരമായിട്ടായിരിക്കും, അവർ ആവേശം കൊണ്ട് പറയുന്നതായിരിക്കും എന്നുള്ള രീതിയിൽ ഞാൻ അതിനെ എടുക്കുകയായിരുന്നു. പക്ഷെ എപ്പോഴും ഒരു അമ്മ എന്നുള്ള നിലയിൽ മക്കളെ പറ്റി ചിന്തിക്കുന്ന, എസ്പെഷ്യലി ഒരു സിംഗിൾ മദർ എന്നുള്ള രീതിയിൽ, വിഡോ എന്നുള്ള രീതിയിൽ മക്കൾ എപ്പോഴും വലിയൊരു കൺസേൺ ആണ്. ഓക്കെ, ഫാദർ റോയ് കണ്ണഞ്ചിറ, ജോയ്സ് മേരി ആന്റണിയെ പോലെയുള്ള ഒരു വ്യക്തിത്വത്തിന് ഇതാണ് അവസ്ഥയെങ്കിൽ തൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവിയെക്കുറിച്ച്, അവരുടെ ജീവനെക്കുറിച്ച് പോലും ഭയപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുക. ജോസഫ് മാഷിന്റെ കൈയാണ് എടുത്തതെങ്കിൽ നിന്റെ തലയെടുക്കുമെന്ന് പറയത്തക്ക രീതിയിലുള്ള ഭീഷണികൾ ഈ കേരളത്തിൽ നിന്ന് ഉണ്ടാകുക എന്ന് പറയുമ്പോൾ ഈ സാധാരണക്കാരായ ജനങ്ങളുടെ, കേരളത്തിലെ അവസ്ഥ, സാധാരണക്കാരായ മനുഷ്യരുടെ അവസ്ഥ എന്തായിരിക്കും? എത്ര ഭയപ്പാടോടുകൂടി ആയിരിക്കണം ഇവിടെ മനുഷ്യർ ജീവിക്കേണ്ടത്? ഫാദർ റോയി കണ്ണഞ്ചിറ. വളരെ ദുഃഖകരമായ ഒരു സാമൂഹിക മാനസിക അന്തരീക്ഷത്തിലാണ് നമ്മൾ ഈ ഒരു വിഷയത്തെ പറ്റി സംസാരിക്കുന്നത്. ഹമാസ് ഭീകരർ ഒക്ടോബർ 7-ാം തീയതി ഇസ്രായേലിലേക്ക് നടത്തിയ അധിനിവേശവും 1400-ഓളം മനുഷ്യരുടെ ജീവനെടുത്ത ബോംബ് വർഷവും ആക്രമണവും, അതിനുശേഷം ഇസ്രായേൽ ഹമാസിനെ ആക്രമിച്ച് പാലസ്തീനിലെ ഗാസയില് നടത്തിയ യുദ്ധവും എല്ലാം ഒരു മനുഷ്യ സ്നേഹി എന്ന നിലയിൽ എന്റെയും മനുഷ്യനെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും ഉറക്കം കെടുത്തുന്ന യാഥാർത്ഥ്യങ്ങളാണ്. ഇവിടെ യുദ്ധത്തിൽ മുറിവേറ്റവരെ പറ്റി അല്ല,
ഈ പ്രതികരണങ്ങളുടെ ശബ്ദം നമ്മളോട് പറയുന്നത്. ആർക്കാണ് മുറിവേറ്റത് എന്നതിനനുസരിച്ചാണ് വേദനയുടെ അളവ് വർദ്ധിക്കുന്നത്. ഇവിടെ ഹമാസ് ഭീകരരാണ് യുദ്ധം ആരംഭിച്ചത് എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് മാത്രമല്ല, ജോയ്സ് മേരി ഇട്ട പോസ്റ്റ് വളരെ സത്യസന്ധമായ ഒരു പോസ്റ്റാണ്. അതിലിപ്പം ആരാണ് ഇതിന് എതിർപ്പ് പറയുന്നത്? ഈ എതിർപ്പ് പറയുന്നവരുടെ ലക്ഷ്യം എന്താണ്? ജോയ്സ് മേരി ഒരു അമ്മയാണ്. അവര് കുഞ്ഞുങ്ങളെ വളർത്തി വലുതാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ദൗർഭാഗ്യവശാൽ വിധവയാണ്. അവരെ നോക്കിയപ്പോൾ ഈ പട്ടിക്കൂട്ടിൽ കിടന്ന കുഞ്ഞുമക്കൾ മനുഷ്യന്റെ വീട്ടിലേക്ക് എത്തണേ എന്ന പ്രാർത്ഥന ചൊല്ലിത്തീരുന്നതിന് മുമ്പ് കൊല്ലപ്പെടുക എന്ന് പറയുമ്പോൾ അവിടെ മനുഷ്യത്വം ഇല്ലാതെയായതിന്റെ ഒരു നൊമ്പരമാണ് മനുഷ്യത്വം ഉള്ളിൽ ഉള്ള ഒരു സ്ത്രീ പ്രകടിപ്പിച്ചത്. അത് അവര് മാത്രമല്ല, അതെല്ലാവരും അങ്ങനെയാണ് ചെയ്യേണ്ടത്. എല്ലാവരും അതിനെ അപലപിക്കുകയാണ് ചെയ്യേണ്ടത്. ഇവിടെ ഹമാസ് ഇസ്രായേലിൽ നടത്തിയ ഭീകരതയുടെ ഇസ്രായേൽ ജനങ്ങളെ കൊന്നൊടുക്കിയതിന്റെ ഭീകരത മാത്രമല്ല, അതിന് പ്രതികാരമായി ഇസ്രായേൽ തിരിച്ചു നടത്തിയ യുദ്ധത്തിലും ഇതേപോലെ തന്നെ ഭീകരമായ ദുരന്തങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. മനുഷ്യനാണ്, ഒരു തെറ്റും ചെയ്യാത്ത മനുഷ്യനാണ്, ഒരു ഉപദ്രവവും ആർക്കും ചെയ്യാത്ത മനുഷ്യനാണ്. നാളെ എന്താണ് ഭക്ഷണം കുഞ്ഞുങ്ങൾക്ക് വാരി കൊടുക്കേണ്ടത് എന്ന് നെടുവീർപ്പെട്ടിരുന്ന മനുഷ്യനാണ്. ഒരു അപ്രതീക്ഷിത നിമിഷത്തിൽ വന്നു വീഴുന്ന ഈ അശനിപാതം പോലെ വന്നു പതിക്കുന്ന ഈ ബോംബിന്റെയും നിറതോക്കിന്റെയും ഒക്കെ മുമ്പിൽ നിശേഷം നിഷ്പ്രഭമായി പോകുന്നത് എന്നത് ഏറ്റവും ദുഃഖകരമായ ഒരു കാര്യമാണ്. അപ്പോൾ ഇത് അവസാനിക്കേണ്ട ഒരു തിന്മയാണ്, അവസാനിപ്പിക്കേണ്ട മനോഭാവമാണ്. നമുക്ക് നല്ല മനുഷ്യരാവാം എന്ന് പറയാനാണ് എനിക്ക് തോന്നുന്നത്. എന്തിനാണ് മനുഷ്യത്വത്തിന് വേണ്ടി വാദിക്കുന്ന ഒരു വ്യക്തിയെ ഭീഷണിപ്പെടുത്തുകയും ഇല്ലായ്മ ചെയ്യുമെന്ന് ഭീഷണി മുഴക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഈ ഭീഷണിപ്പെടുത്തുന്നവർ ആർക്ക് വേണ്ടിയാണ് വാദിക്കുന്നത്? അവർ ആരാണ് യഥാർത്ഥത്തിൽ? അവർ മനുഷ്യത്വത്തെ സ്നേഹിക്കുന്നവരാണ്. ഇവിടെ ഏതെങ്കിലും ഒരു ജാതിക്കാണോ മുറിവേൽക്കുന്നത്? ഏതെങ്കിലും ഒരു മതത്തിനാണോ മുറിവേൽക്കുന്നത്? മുറിവേൽക്കുന്നത് മനുഷ്യനല്ലേ? അതുകൊണ്ടാണ് പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞത്, വാർ ഡസൻ സോൾവ് എനി പ്രോബ്ലം. യുദ്ധം ഒരിക്കലും ഒരു പ്രശ്നവും പരിഹരിക്കുന്നില്ല. യുദ്ധം മരണം വിതയ്ക്കുകയും നാശം ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു എന്ന് മാർപ്പാപ്പ പറയുകയാണ്. വെറുപ്പ് കൃഷി ചെയ്ത് പ്രതികാരം കൊയ്യുകയാണ് ആ യുദ്ധം ചെയ്യുന്നത്. അത് നമ്മുടെ ഭാവിയെ ഇല്ലാതെയാക്കിയാണ്. യുദ്ധം ക്യാൻസൽസ് അവർ ഫ്യൂച്ചർ. അതാണ് മാർപ്പാപ്പ പറഞ്ഞത്. അങ്ങനെ 40 കുഞ്ഞുങ്ങളുടെ ഫ്യൂച്ചർ ക്യാൻസൽ ചെയ്യപ്പെട്ട ഒരു ദുരന്ത ചിത്രം ഒരമ്മയുടെ മനസ്സിൽ ഉളവാക്കിയ നൊമ്പരം അവരുടെ മാതൃഭാഷയിൽ അവർ പങ്കുവെച്ചപ്പോൾ അതിനെ ഹൃദയം തുറന്ന് നെഞ്ചിടിപ്പോടുകൂടി ഏറ്റുവാങ്ങുകയായിരുന്നു മനുഷ്യത്വമുള്ള കേരള സമൂഹം ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് നല്ല മനുഷ്യരായി തീരാം. യുദ്ധം ഒരിക്കലും സമാധാനം ഉണ്ടാക്കുന്നില്ല എന്ന് നമുക്കറിയാം. അത് പ്രതികാരത്തിന്റെ ഭാഷയാണ്. അവിടെയാണ് NV കൃഷ്ണവാര്യരെ പോലെയുള്ള മഹാകവികൾ കേരളത്തിന്റെ ഇത്തരത്തിലുള്ള മനുഷ്യത്വരഹിതമായ മനസാക്ഷിയുടെ മുമ്പിൽ എഴുതി വെച്ചിരിക്കുന്ന വാക്കുകൾ ഓർക്കണം. ആഫ്രിക്ക എന്ന കവിതയിൽ അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്ന വാക്കുകളുണ്ട്. എങ്ങ് മനുഷ്യന് ചങ്ങല കൈകളിൽ എൻ കൈകൾ നൊന്തിയിടുകയാണ്, എങ്ങോ മർദ്ദനം അവിടെ പ്രഹരം വീഴുവത് എന്റെ പുറത്താകുന്നു. എവിടെയൊക്കെയാണോ മനുഷ്യന്റെ കൈകളിൽ ചങ്ങല വീഴുന്നത് അത് എന്റെ കൈകളിലാണ്. എവിടെയൊക്കെയാണോ മനുഷ്യന്റെ പുറത്ത് അടി വീഴുന്നത് അത് എന്റെ പുറത്താണ്. നീ ഞാൻ തന്നെയാണ് എന്ന് പറയുന്ന ഈ ഒരു പാരസ്പര്യത്തിന്റെ, മാനവികതയുടെ, സാഹോദര്യത്തിന്റെ നെറുകയിൽ പൂത്തു നിൽക്കേണ്ടതാണ് ഈ ഭാരതീയതയും കേരളീയതയും ഈ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ മാനവ സാഹോദര്യവും. അതുകൊണ്ട് ജോയ്സിനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ജോയ്സ് നല്ലൊരു ജനപ്രതിനിധി ആയതുകൊണ്ട് നശിച്ചു പോകുന്ന ഈ ജനകീയ മൂല്യങ്ങളുടെ, മാനവിക മൂല്യങ്ങളുടെ ഈ ഒരു നിരാസത്തിനെ തടഞ്ഞു നിർത്താൻ വേണ്ടി നടത്തിയ പോരാട്ടമാണ് ആ ഒരു പോസ്റ്റ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ ജോയ്സിന് എല്ലാ പിന്തുണയുമുണ്ട്. ഒപ്പം ജോയ്സിനെ ഭീഷണിപ്പെടുത്തുന്നവർ മനുഷ്യത്വപരമായ നിലപാടെടുത്ത് നമുക്ക് നല്ല മനുഷ്യരായി തീരാം എന്ന ഈ ഒരു യുദ്ധവിരുദ്ധ സന്ദേശം സ്വീകരിക്കണമെന്നും എനിക്ക് വിനീതമായ അഭ്യർത്ഥനയുണ്ട്. അച്ഛാ, ജോയ്സിന് എന്ന ഒരു വ്യക്തിയോടുള്ള
ഭീഷണി എന്നതിലുപരി ഇതിന് മറ്റ് ചില മാനങ്ങളുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഈ ഹമാസിന്റെ ഒരു നേതാവ് പറഞ്ഞു, ഇസ്രായേൽ മാത്രമല്ല ഞങ്ങളുടെ ലക്ഷ്യം, ഇസ്രായേലിനെ തീർത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ വിഭാഗം ആൾക്കാരെയും കഥ കഴിച്ചിട്ട് ലോകം മുഴുവൻ ഈ ഭീകരതയുടെ കീഴിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈ ഹമാസിനെ പിന്തുണയ്ക്കുന്നവര് ഇത്ര ധാരാളമായിട്ട് കേരളത്തിലുള്ളപ്പോൾ ഇവിടെ സാധാരണക്കാരായ മറ്റു മനുഷ്യര് അവരെങ്ങനെ സമാധാനത്തോടെ കഴിയും? അതാണ് ചോദ്യം. ഇവിടെ ഇപ്പോൾ ഈ ഒരു യുദ്ധം ഉണ്ടായതിനു ശേഷം ഇസ്രായേലിനെ പിന്തുണയ്ക്കാതെ പലസ്തീൻ മുദ്രാവാക്യങ്ങൾ മുഴക്കുകയും ഹമാസിനെ പിന്തുണയ്ക്കുകയും ചെയ്ത് പ്രമേയങ്ങൾ പാസാക്കിയ രാഷ്ട്രീയ പാർട്ടികൾ അത് മുഖ്യധാരാ മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഇന്ന് നിൽക്കുന്ന പ്രധാനപ്പെട്ട 2 രാഷ്ട്രീയ പാർട്ടികൾ അവര് ഹമാസിനെ പിന്തുണച്ചുകൊണ്ട്, പാലസ്തീനെ പിന്തുണച്ചുകൊണ്ട് ഇസ്രായേലിനെ തള്ളിപ്പറഞ്ഞ് പ്രസ്താവനകൾ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ നിലപാടുകൾ ആരെയോ ഭയപ്പെട്ടിട്ടാണ് എന്ന് എനിക്ക് ഒരു നിരീക്ഷണം നടത്തുമ്പോൾ നമുക്ക് മനസ്സിലാവുകയാണ്. എന്തിനാണ് ഇവർ ഭയപ്പെടുന്നത്? ഇവർ കേരളത്തിൽ ഭയപ്പെടുന്നത് ഹമാസിനെയും പാലസ്തീനെയും കണ്ണടച്ച് പിന്തുണയ്ക്കുന്ന ഒരു മതവിഭാഗത്തിന്റെ വോട്ട് ബാങ്കിൽ കണ്ണുവെച്ചുകൊണ്ട് മാത്രമാണ്. അവർക്ക് വേണ്ടത് ഇലക്ഷൻ വരുമ്പോൾ ജയിക്കാൻ വോട്ടാണ്. അല്ലാതെ പാലസ്തീനിൽ കുഞ്ഞുങ്ങൾക്ക് കുരുതി സംഭവിച്ചോ, പാലസ്തീനിൽ ഇസ്രായേലിൽ മനുഷ്യത്വത്തിന് അനീതി ഭവിച്ചോ, ഇതൊന്നും ഇവിടെ ഇത്തരത്തിലുള്ള യുദ്ധങ്ങളെ പറ്റി സംസാരിക്കുന്നവരുടെ, യുദ്ധത്തിൽ മുറിവേൽക്കുന്ന വേദനകളുടെ അല്ലെങ്കിൽ മുറിവുകളുടെ മൃതശരീരങ്ങൾക്ക് പക്ഷം ചേരുന്നവരുടെയും ഒക്കെ മനസ്സിലിരിപ്പ് എന്താണ് എന്ന് സാമാന്യ മനസാക്ഷിയുള്ള മലയാളിക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഇവര് ഈ 2024 വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ മാത്രം കണ്ണുവെച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു ജാള്യതയും ഇല്ലാതെ പ്രസ്താവനകൾ നടത്തുകയും പ്രമേയങ്ങൾ പാസാക്കുകയും ചെയ്ത് ഞങ്ങൾ പാലസ്തീനൊപ്പമാണ്, ഞങ്ങൾ ഹമാസിനൊപ്പമാണ് എന്നൊക്കെ വിളിച്ചു പറയുമ്പോൾ ഇവിടെ ആക്രമിക്കപ്പെടുന്നത് ആരാണെങ്കിലും ഞങ്ങൾ മുറിവേൽക്കുന്ന മനുഷ്യനൊപ്പമാണ്, അനീതി ഉണ്ണേണ്ടി വരുന്ന നിരപരാധികൾക്കൊപ്പമാണ് എന്നല്ലേ പറയേണ്ടത്. അതിനു പകരം ഒരു വിഭാഗത്തെ അടച്ചു വെച്ച് ഒരു വിഭാഗത്തെ മുഴുവൻ പട്ടിക്കൂട്ടിലിട്ട്, ഇവിടെ പട്ടിക്കൂട്ടിൽ കിടന്നത് സത്യത്തിൽ ആദ്യം ആക്രമിക്കപ്പെട്ട ഇസ്രായേലാണ്. ഇസ്രായേലിലെ 40 കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് അവരുടെ ഭാവിയായിരുന്നു. ആ ഭാവി ക്യാൻസൽ ചെയ്യപ്പെട്ടു. അതാണ് പരിശുദ്ധ മാർപ്പാപ്പ പറഞ്ഞത്, ദിസ് വാർ ക്യാൻസൽസ് ദ ഫ്യൂച്ചർ ഓഫ് എ നേഷൻ. 40 കുഞ്ഞു മക്കൾ എന്ന് പറയുന്നത് ഒരു പ്രതീകാത്മകമായ ചിത്രമാണ്. അവർ ഒരു രാജ്യത്തിന്റെ ഭാവിയാണ്, ഒരു ലോകത്തിന്റെ ഭാവിയാണ് അവർ നുള്ളിക്കളഞ്ഞത്. അതിനെ പിന്തുണയ്ക്കാനായിട്ട് മനുഷ്യത്വത്തെ പിന്തുണയ്ക്കുന്ന ഏത് രാഷ്ട്രീയ പാർട്ടിക്കാണ് കഴിയുക? അത് കോൺഗ്രസ് ആണെങ്കിലും മാർക്സിസ്റ്റ് ആണെങ്കിലും ആരാണെങ്കിലും അത് മനുഷ്യത്വരഹിതമായ ഒരു കാര്യമാണ്. അവർ ആ പ്രസ്താവന പിൻവലിക്കുകയും യുദ്ധത്തിനെതിരെയുള്ള പ്രമേയം പാസ്സാക്കുകയുമാണ് രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യേണ്ടത്. അവർ ഇസ്രായേലിനെയോ ഹമാസിനെയോ പിന്തുണയ്ക്കുകയല്ല, പകരം യുദ്ധത്തിനെതിരെയുള്ള പ്രമേയം പാസ്സാക്കണം, ലോകത്ത് സമാധാനത്തിന് വേണ്ടി പോരാടണം. അത്തരത്തിലുള്ള ഒരു ഹൃദയം കൊണ്ടുള്ള ഒരു എഴുത്താണ്, ഹൃദയ രക്തം കൊണ്ടുള്ള എഴുത്താണ് ജോയ്സ് മേരി നടത്തിയത്. അതിനെ കേരള സമൂഹം പിന്തുണയ്ക്കുകയാണ് വേണ്ടത്, കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ. അത്തരത്തിൽ എല്ലാവരും മനുഷ്യത്വത്തിന് വേണ്ടി സംസാരിക്കുമ്പോൾ നമ്മുടെ മലയാളം പോലും ദൈവത്തിന്റെ സ്വന്തം രാജ്യമായി മാറും. അങ്ങനെ ലോകത്തിന് തന്നെ മാതൃക നൽകാൻ കഴിയുന്ന ഒരു നല്ല സംസ്ഥാനമായി, ജനസമൂഹമായി നമുക്ക് മാറണം. അല്ലാതെ ഏതെങ്കിലും ഒരു വിഭാഗത്തെ പിന്തുണച്ചുകൊണ്ട് ഇവിടെ പൊതുസമ്മേളനങ്ങൾ നടത്തുക, മുറിവേൽക്കുന്ന മറ്റു കുഞ്ഞുമക്കളുടെ മൃതശരീരങ്ങളെ ആക്ഷേപിച്ചുകൊണ്ട് പോസ്റ്റ് ഇടുക, ഇതൊക്കെ മനുഷ്യത്വമുള്ളവർ ചെയ്യേണ്ട കാര്യമാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള ഭീഷണിയൊന്നും ഇവിടെ ഞങ്ങൾ മാത്രം ജീവിച്ചാൽ മതി എന്ന് പറയുന്ന ഭീഷണിയൊന്നും ഈ ലോകത്തിൽ നടക്കില്ല. കാരണം ഇവിടെ എല്ലാവരും ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടി പോരാടുന്നവരാണ്. ഇവിടെ ഈ വിളിച്ചു പറയുന്ന ഒരു വിഭാഗത്തിന് മാത്രം ഇവിടെ ജീവിച്ചാൽ മതി എന്ന് പറയുമ്പോൾ ഇവിടെ മറ്റുള്ളവർ പിന്നെ എന്ത് ചെയ്യും? അല്ലെങ്കിൽ ഏത് ദൈവത്തിന്റെ പേരിലാണ് ഇത്തരത്തിൽ മനുഷ്യനെ കൊല്ലണം, നമ്മൾ മാത്രം ജീവിക്കണം എന്ന് പറയുന്നത്? ഏത് ദൈവത്തിന്റെ പേരിലാണ്? അത്തരത്തിലുള്ള ഒരു വിശ്വാസത്തെ മതവിശ്വാസം എന്ന് മനുഷ്യത്വമുള്ളവർക്ക് വിളിക്കാൻ കഴിയില്ല. അച്ഛാ, അങ്ങൊരു ക്രിസ്തീയ പുരോഹിതനാണല്ലോ.
ഈ മനുഷ്യരെ കൊല്ലുമ്പോൾ പോലും ദൈവത്തെ വിളിച്ചുകൊണ്ട് കഴുത്തറക്കുന്ന മനുഷ്യത്വമുള്ളവർക്ക് സങ്കല്പിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണോ? ദൈവവിശ്വാസവും ആത്മീയതയൊക്കെ അവിടെ നിൽക്കട്ടെ, ഒരു സാധാരണ മനുഷ്യന് പോലും ഒരു മനുഷ്യന്റെ പച്ചയ്ക്ക് കഴുത്തറക്കുമ്പോൾ ആ സമയത്തും ദൈവത്തെ വിളിക്കാൻ കഴിയുന്ന അത് എന്ത് തരത്തിലുള്ള ഒരു ആത്മീയതയാണ്, അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള ഒരു വിശ്വാസമാണത്? ആ ഒരു ചോദ്യത്തോടുള്ള എന്റെ പ്രതികരണം, എന്റെ ദൈവം അങ്ങനെ ചെയ്യരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്. ഞാൻ വിശ്വസിക്കുന്ന എന്റെ ദൈവം കർത്താവായ യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കാൻ കാരണം മനുഷ്യനെ സ്നേഹിക്കാൻ വന്ന ദൈവത്തിന്റെ മനുഷ്യരൂപമായതുകൊണ്ടാണ്. മനുഷ്യനോടുള്ള സ്നേഹത്തെ പ്രതിയാണ് ദൈവം മനുഷ്യനായി അവതരിച്ചത്. ആ മനുഷ്യൻ, മനുഷ്യപുത്രനായ ആ ദൈവം എല്ലാ മനുഷ്യരെയും ദൈവത്തോളം ഉയർത്താൻ വേണ്ടിയാണ് വന്നത്. അവിടെ എല്ലാവരെയും സഹോദരനായി കാണാനും എല്ലാവരെയും സ്നേഹിക്കാനും, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കാനുമാണ് ഈശോ പറഞ്ഞത്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം മറ്റ് ഇത്തരത്തിലുള്ള മൃഗീയമായ വിശ്വാസ പ്രകടനങ്ങൾ ഒരിക്കലും ഒരു മതവിശ്വാസ പ്രകടനമാണ് എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം അത്തരത്തിലുള്ള തീവ്ര നിലപാടുകളുള്ളവരെ ആ മതത്തിലുള്ളവർ തന്നെ പിന്തുണയ്ക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നുമില്ല. അങ്ങനെ മനുഷ്യത്വമുള്ള ആർക്കും ഇത്തരത്തിലുള്ള തീവ്ര നിലപാടുകൾ, അത് ക്രൈസ്തവൻ ചെയ്താലും മറ്റേത് മതവിശ്വാസി ചെയ്താലും, മനുഷ്യത്വമുള്ള യഥാർത്ഥ ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് ഒരിക്കലും ഇത്തരത്തിലുള്ള ക്രൂരതയിൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. കാരണം നമുക്ക് നല്ല മനുഷ്യരായി തീരാനാണ് മതം നമ്മളെ പഠിപ്പിക്കേണ്ടത്. അല്ലാതെ മനുഷ്യത്വത്തെ വെറുക്കുന്ന, മതത്തിന്റെ പേരിൽ മനുഷ്യനെ വെറുക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു വിശ്വാസവും അത് മനുഷ്യനെ കൊണ്ടെത്തിക്കുന്നത് മൃഗീയതയിലാണ്, അല്ലാതെ ദൈവത്വത്തിലല്ല. അപ്പോൾ ഈ ഒരു എക്സ്ട്രീമിലേക്ക് പോകുന്ന ഒന്നും യഥാർത്ഥത്തിൽ മനുഷ്യന് സമാധാനം തരികയുമില്ല. അതുകൊണ്ട് ഇത്തരത്തിലുള്ള തീവ്ര നിലപാടുകൾ കാണുമ്പോൾ ഞാൻ എന്റെ ദൈവത്തിലാണ് ഞാൻ വിശ്വസിക്കുക. എന്റെ ദൈവത്തെ പറ്റി എനിക്ക് അഭിമാനം തോന്നുകയാണ്. എന്റെ ദൈവം എന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയാണ്. ഞാനൊരു നല്ല മനുഷ്യനായി ജീവിക്കാൻ എന്നെ പ്രചോദിപ്പിക്കുകയാണ് എന്റെ ദൈവം. കാരണം എന്റെ ദൈവം പറഞ്ഞത്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിനെന്നാണ്. നിങ്ങൾ ശത്രുക്കളോട് ക്ഷമിക്കുവിൻ എന്നാണ്. നിങ്ങൾ ശത്രുക്കളോട് ക്ഷമിക്കുവിൻ എന്നാണ് പറഞ്ഞത്. ശത്രു ഒരിക്കലും മൈത്രി ജനിപ്പിക്കുന്നില്ല എന്ന് നമുക്കറിയാം. സ്നേഹം മാത്രമാണ് മനുഷ്യത്വത്തിന് നിലനിൽപ്പ് നൽകുന്നത്. അതുകൊണ്ട് ഏത് മതവും, അത് ഇന്ന് കേരളത്തിലും ഭാരതത്തിലും ലോകത്തിലും നിലനിൽക്കുന്ന എല്ലാ മതങ്ങളും, അവര് മനുഷ്യത്വത്തിന് വേണ്ടി, മനുഷ്യന്റെ അതിജീവനത്തിന് വേണ്ടി നിലനിൽക്കുന്ന വിശ്വാസ സംവിധാനങ്ങളാണ്, സംഹിതകളാണ്. അത് മനുഷ്യനെ പ്രചോദിപ്പിക്കാനുള്ള, മനുഷ്യത്വത്തെ പ്രചോദിപ്പിക്കേണ്ട സാഹചര്യങ്ങളാണ്. അല്ലാതെ നമ്മൾ മതത്തിന്റെ പേരിൽ തമ്മിലടിച്ച് എന്റെ മതത്തിൽ വിശ്വസിക്കുന്നവർ മാത്രമാണ് ഇവിടെ ജീവിക്കേണ്ടത്, മറ്റാർക്കും ഇവിടെ ജീവിക്കാനായിട്ട് അവകാശമില്ല എന്ന് പറയുന്ന ആ ഒരു ശൈലി മനുഷ്യത്വമുള്ളവർക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അതാണ്. ഡോക്ടർ ചാക്കോ കാളമുറമ്പിൽ, ഈ ഇസ്രായേൽ യുദ്ധം ചെയ്യുന്നത് വാസ്തവത്തിൽ ഈ ഹമാസ് ഭീകരന്മാരുമായിട്ടാണ്. പലസ്തീൻ എന്ന രാഷ്ട്രത്തോടല്ല, അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളോടുമല്ല. പക്ഷേ നമ്മുടെ കേരളത്തിലുള്ളവർ കണ്ണടച്ച് ഇരുട്ടാക്കുകയാണ്. അവർക്ക് മനസ്സിലായിട്ടാണോ മനസ്സിലാകാഞ്ഞിട്ടാണോ എന്ന് അറിഞ്ഞുകൂടാ. ഇസ്രായേൽ പലസ്തീനെയാണ് യുദ്ധം ചെയ്ത് തകർക്കാനായിട്ട് ശ്രമിക്കുന്നത്, അവിടുത്തെ നിരപരാധികളെയാണ് കൊല്ലുന്നത് എന്നാണ് ഇവിടുത്തെ രാഷ്ട്രീയക്കാരും മാധ്യമങ്ങളും, മുൻനിര മാധ്യമങ്ങളും എല്ലാം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ തന്നെ സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയാണ്. വാസ്തവത്തിൽ ഈ പലസ്തീനും ഹമാസും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ഒന്ന് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുമോ ഡോക്ടർ ചാക്കോ കാളമുറമ്പിൽ? താങ്കൾ ചോദിച്ചത് വളരെ റിലവന്റ് ആയിട്ടുള്ള കാര്യമാണ്. പലപ്പോഴും നമ്മളിവിടെ ആടിനെ പട്ടിയാക്കുക എന്ന് സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ അതാണ് ഇപ്പോൾ ഇവിടെ നടത്തുന്നത്. ഞാൻ താങ്കൾ ചോദിച്ച ചോദ്യത്തിന്റെ അടിസ്ഥാനം ഈ ഹമാസിന്റെ സ്ഥാപക നേതാവിന്റെ, അദ്ദേഹത്തിന്റെ പേര് ഷെയ്ഖ് ഹസൻ യൂസഫ് എന്നാണ്. അദ്ദേഹത്തിന്റെ മകന്റെ ചില വാക്കുകൾ, അത് CNN-ലും ഫോക്കസ് ന്യൂസിലും ഒക്കെ അദ്ദേഹം കൊടുത്തിരിക്കുന്ന അഭിമുഖങ്ങളിൽ പ്രതിധ്വനിച്ചതാണ്. മൊസാബ് ഹസൻ യൂസഫ്, ഈ മൊസാബ് ഹസൻ യൂസഫ് പറയുന്ന സത്യമുണ്ട്. അദ്ദേഹം ഇവരുടെ ഹമാസിൽ പ്രവർത്തിച്ച് പിന്നീട്
ഇസ്രായേലിലെ സുരക്ഷാ ഏജൻസിയിൽ അദ്ദേഹം ഷിൻബെറ്റിൽ അംഗമായി തീർന്നു. അദ്ദേഹം പറയുന്നത് ഇതൊരു മതയുദ്ധമാണെന്നാണ് അദ്ദേഹത്തിന്റെ അഭിമുഖത്തിൽ പറയുന്നത്. ഹമാസ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമേ അല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ പണ്ടേ പാലസ്തീൻ പ്രശ്നം വളരെ അമിക്കബിൾ ആയിട്ട് സെറ്റിൽ ചെയ്യുമായിരുന്നു. പക്ഷേ ഇതൊരു മതപ്രസ്ഥാനമാണ്. ഇസ്രായേലിനെ തകർത്ത് ഇസ്ലാമിക് രാഷ്ട്രം തുടരുകയാണ് അദ്ദേഹം. ആഗോള ഇസ്ലാമിക രാജ്യമാണ് അവരുടെ ലക്ഷ്യം. ഒരു മതത്തെയും ഒരു രാജ്യത്തെയും തകർക്കുക എന്നുള്ളത് ഇസ്രായേലും ജൂതന്മാരെയും തകർക്കുക എന്നുള്ളതോടൊപ്പം ആഗോള ഇസ്ലാമിക രാജ്യം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ സംഘടന പ്രവർത്തിക്കുന്നത്. അവർക്ക് പണം ആവശ്യമുള്ളപ്പോ കുട്ടികളുടെ രക്തം ചിന്തും. ഇത് എന്റെ വാക്കുകളല്ല. ഒരു രാജ്യത്തെയും ജനതയെയും ഉന്മൂലനം ചെയ്തുകൊണ്ടായാലും, കുട്ടികളുടെ രക്തം ചിന്തിക്കൊണ്ടായാലും, വയോജനങ്ങളുടെ കഴുത്തറുത്തുകൊണ്ടായാലും, അവർ ലോകത്തിന്റെ ശ്രദ്ധ പിടിച്ചു പറ്റി അവർക്ക് ആവശ്യമുള്ളത് സമ്പാദിച്ച് ഭീകര പ്രവർത്തനം തുടർന്ന് അവരുടെ ലക്ഷ്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു മത പ്രസ്ഥാനമാണ്, അല്ലെങ്കിൽ ഒരു മത ഭീകര പ്രസ്ഥാനമാണ് ഹമാസ് എന്ന് അദ്ദേഹം അടിവരയിടുന്നുണ്ട്. ഞാൻ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അത് യാഥാർത്ഥ്യമാണെന്ന് തെളിയിക്കുന്നതാണ് ഈ ഒക്ടോബർ 7 സംഭവം. നമുക്കറിയാം, പാലസ്തീൻ രാജ്യം എന്ന പേരിൽ ഇവിടെ ആളുകൾ കരയുമ്പോൾ പാലസ്തീനും ഇസ്രായേലും ആ തരത്തിൽ രണ്ട് പ്രശ്നങ്ങളായിട്ട് അവിടെ അവശേഷിക്കുന്നുണ്ട്. അതിന്റെ പരിഹാരം ഇനിയും കണ്ടെത്തുന്നുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് അസ്വസ്ഥതയോ ഒരു ആക്രമണം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ആക്രമണങ്ങൾ ഉണ്ടാക്കുക, അസ്വസ്ഥത ഉണ്ടാക്കുക, കുഞ്ഞുങ്ങളെ ബലി കൊടുത്തുകൊണ്ട് ലോകശ്രദ്ധ പിടിച്ചുപറ്റി അതിനുവേണ്ടി പണം സമ്പാദിച്ചെടുത്തുകൊണ്ട് അവരുടെ ഭീകര പ്രവർത്തനങ്ങളെ വർദ്ധിതമായി വളർത്തുക എന്നുള്ള ഒരു അജണ്ടയെ ബേസ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു ഭീകര പ്രസ്ഥാനത്തിന്റെ ഈ പാലസ്തീൻ ആക്രമണം നമ്മൾ കണ്ടത് 1400ഓളം ആളുകളുടെ നിഷ്ഠൂരമായ വധമാണ്. സാധാരണക്കാരും കുട്ടികളും പ്രായമായ വയോജനങ്ങളും അടക്കമുള്ള നിസ്സഹായരായിട്ടുള്ള സമൂഹത്തെ കൊന്നൊടുക്കിക്കൊണ്ട് അവർ ആക്രോശിക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അവർ പാലസ്തീൻ കീ ജയ്യല്ല വിളിക്കുന്നത്. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമുണ്ടായാൽ ഇന്ത്യ രാജ്യം വിജയിച്ചു നിൽക്കുമ്പോൾ നമ്മൾ ഭാരത് മാതാ കീ ജയ് എന്ന് വിളിക്കും. പാകിസ്ഥാൻ വിജയിക്കാനുള്ള അവരവരുടെ രാജ്യത്തിന്റെ വിജയം ആഘോഷിക്കാനായിട്ട് ആ മുദ്രാവാക്യം വിളിക്കും. ഇവിടെ നമ്മൾ കാണുന്നത് ഈ ആക്രമണത്തിന് ശേഷം ഇവര് പാലസ്തീൻ കീ ജയ് തക്ബീർ വിളികൾ മുഴക്കുകയാണ്. അപ്പൊ ഈ മൊസാസ് ഹസൻ യൂസഫ് പറഞ്ഞ വാക്കുകൾക്ക് അടിവരെ. അപ്പൊ എന്തുകൊണ്ടാണ് ഇത്തരം ഇദ്ദേഹം പറഞ്ഞതനുസരിച്ച് ലോകം മുഴുവനും ഈ ഒരു രാജ്യത്തിൽ നിന്ന് ലോകം മുഴുവനിലേക്കും പടരാനുള്ള ഒരു മതരാഷ്ട്രം, ഒരു ഇസ്ലാമിക രാഷ്ട്രം വളർത്താനുള്ള ഈ ഭീകര പ്രവർത്തനങ്ങളെ എന്തുകൊണ്ടാണ് ഇവിടുത്തെ ജനങ്ങൾ തിരിച്ചറിയാതെ പോകുന്നത്? അല്ലെങ്കിൽ ഇവിടുത്തെ ബുദ്ധിജീവികളോ സാംസ്കാരിക നായകരോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോ ഇവിടുത്തെ അന്തിച്ചർച്ചകളിൽ ഇരിക്കുന്ന ചർച്ചക്കാരോ തിരിച്ചറിയാതെ പോകുന്നത് എന്നുള്ളത് എനിക്ക് അതിശയം തോന്നാറുണ്ട്. നമ്മള് നന്മയെ തിന്മയായി, തിന്മയെ നന്മയായി ഇരിക്കുന്ന സമൂഹത്തിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് എന്നെ അതിശയപ്പെടുത്തുന്നുണ്ട്. വാസ്തവത്തിൽ ഈ തിന്മ തിന്മയാണെന്ന് പറയാൻ ആർജവമുള്ളവരില്ലാത്ത ഒരു സമൂഹമായി നമ്മൾ മാറിക്കൊണ്ടിരിക്കും. ഇസ്രായേലിലെ ഹമാസിന്റെ ഭീകരമുഖത്തേക്കാൾ വലിയ ഒരു ഭീകരമുഖം കേരളത്തിന്റെ സമൂഹത്തിന് കൽപ്പിച്ചെള്ളാൻ പറ്റുന്ന വിധത്തിൽ ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ ചിലതും, ഇവിടെ മതപ്രസ്ഥാനങ്ങളിൽ ചിലതും, അല്ലെങ്കിൽ ഇവിടുത്തെ മാധ്യമങ്ങളിൽ ചിലതുമൊക്കെ അതിന്റെ വക്താക്കളായി മാറുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ കേരളത്തിന്റെ ഭാവിയെക്കുറിച്ച് ആശങ്കയുള്ളവരാകും തീർച്ചയായിട്ടും. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം, ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങളെ പ്രോത്സാഹനങ്ങൾ, അത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ, അവരെ തള്ളിപ്പറയാനായിട്ട് എന്തുകൊണ്ട് ഇവർ തയ്യാറാകുന്നില്ല? ഇന്ത്യ ഭീകരവാദത്തെ തള്ളിപ്പറയാനുള്ള അടിസ്ഥാന കാരണങ്ങളൊന്നും മഹാത്മജി അഹിംസയിലൂടെയും നിരാഹാര സത്യാഗ്രഹത്തിലൂടെയും നേടിയെടുത്ത, രക്തരഹിത വിപ്ലവത്തിലൂടെ നേടിയെടുത്ത, മഹാത്മജിയുടെ നേടിയെടുത്ത ഭാരതത്തിന്റെ ഒരു പൈതൃകമുണ്ട്. ആ പൈതൃകത്തെ തള്ളിക്കളയാണ് ഇവർ. കാരണം അഹിംസയുടെ വക്താക്കളായുള്ള ഭാരതീയർ ഇന്ന് ഹിംസയെ ആഘോഷിക്കുന്നു, ഹിംസയെ സപ്പോർട്ട് ചെയ്യുന്നു. നമ്മൾ ആദ്യം തള്ളേണ്ടത് അതിനെയാണ്. ഹമാസ് ചെയ്തത് ഭീകരവാദമാണ് എന്ന് പറയാനുള്ള ആർജവം കാണിച്ചിട്ട് വേണം പാലസ്തീൻ ഇസ്രായേൽ പ്രശ്നം പരിഹരിക്കാൻ എന്ന് പറയാൻ. അതല്ലാതെ ഹമാസ് ആക്രമണം നടത്തി കഴിയുമ്പോൾ, ഭീകരാക്രമണം നടത്തി കഴിയുമ്പോൾ ഉടനെ അത് പാലസ്തീന്റെ മുഖമെടുത്തണിഞ്ഞിട്ട് ഇതാണ് ഹമാസ് എന്ന് കാണിക്കുന്നത് ഒരു ദുരന്തമുഖത്ത് നിൽക്കുന്ന സമൂഹത്തിന്റെ മുഖമുദ്രയാണ്.
അതിനെ നമുക്ക് എങ്ങനെയാണ് ഉൾക്കൊള്ളാൻ കഴിയുക? അതുകൊണ്ട് സത്യം സത്യമായി തന്നെ തുറന്നു പറയട്ടെ. ഇവിടെ ജോയ്സിന്റെ കാര്യം പറഞ്ഞല്ലോ. ഞാൻ പറയുന്നത്, അവര് പറഞ്ഞത് 40 കുഞ്ഞുങ്ങളുടെ ശിരസ്സറത്ത് കൊണ്ടുവന്ന ഭീകരവാദത്തെ കുറിച്ചാണെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യാൻ അവര് വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടി ഉണ്ടായോ? അവര് വിശ്വസിക്കുന്ന മതവിശ്വാസങ്ങൾ ഉണ്ടായോ? ഈ ഭീകരവാദത്തെ തള്ളി പറയാനായിട്ട്, ഈ ഹമാസിന്റെ ഭീകരവാദത്തെ തള്ളി പറയാനായിട്ട് അവരുടെ ദൈവസങ്കല്പങ്ങൾ, അവര് വിശ്വസിക്കുന്ന ദൈവസങ്കല്പത്തിന്റെ പേരിൽ അവര് വീർവിളികൾ മുടക്കുമ്പോൾ ആ മതത്തിൽ വിശ്വസിക്കുന്ന യഥാർത്ഥ വിശ്വാസികള് ഇതല്ല ഈ മതവിശ്വാസം, ഇതിലൂടെ അല്ല ഈ മതം നിലകൊള്ളേണ്ടത് എന്ന് പറയാനും ഇവര് ചെയ്തത് തെറ്റാണെന്ന് പറയാനും കഴിയുന്ന വിധത്തിലുള്ള ഒരു മത നേതൃത്വങ്ങൾ ഇവിടെ ഉണ്ടാകുന്നുണ്ടോ? നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ആദ്യം തള്ളി പറയേണ്ടത് ഭീകരതയാണ്, അതിനുശേഷം ഈ പ്രശ്നത്തിലേക്ക് കടന്നു വരിക. അല്ലാണ്ട് ഈ ഭീകരതയുടെ മുഖം മറച്ചു വെക്കാൻ വേണ്ടി പാലസ്തീന്റെ മുഖം എടുത്ത് അണിയുന്നത് ഇരട്ടത്താപ്പാണ്. ആരെ സംരക്ഷിക്കാനാണ്? ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് ഈ ഭീകരതയെ പിന്താങ്ങുന്നത്, അല്ലെങ്കിൽ ഭീകരതയെ പിന്താങ്ങിയിട്ട് ഈ രാജ്യത്തെ നന്നാക്കാൻ നോക്കുന്നത്? അപ്പൊ നമ്മൾ സത്യമായി പറയുക. കേവലം അച്ഛനിവിടെ സൂചിപ്പിച്ചതുപോലെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി, 4 വോട്ടുകൾക്ക് വേണ്ടി ലോകത്തിൽ അസമാധാനം ക്രിയേറ്റ് ചെയ്യുന്ന ഇത്തരം ഭീകര പ്രസ്ഥാനങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവരാകുകയാണെങ്കിൽ നാളെ ഇവർക്ക് എങ്ങനെയാണ് ഈ ഭീകര പ്രസ്ഥാനത്തിന്റെ ഭാഗമല്ല എന്ന് പറയാൻ കഴിയുക? ഈ ഭീകരമുഖം ഇവർക്കില്ല എന്ന് നമുക്ക് കൽപ്പിച്ചെല്ലാൻ കഴിയുക? അതുകൊണ്ട് കേരളത്തിന്റെ മനസാക്ഷിക്ക് മുമ്പിൽ ഈ പറയുന്ന സാംസ്കാരിക നായകന്മാരായാലും, ചില മാധ്യമങ്ങളായാലും, ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളായാലും, മത നേതൃത്വങ്ങളായാലും തെറ്റാണെന്ന് പറയാനുള്ള ആർജവവും ഇച്ഛാശക്തിയും കാണിക്കുന്നില്ലെങ്കിൽ കേരളം മറ്റൊരു ഭീകരമുഖത്തിലാണെന്ന് പറയേണ്ടി വരും. അതാണ് എനിക്ക് പറയാനുള്ളതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴത്തെ ഡോക്ടർ ചാക്കോ കാളാമ്പറമ്പിൽ, ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ ഇങ്ങനെ ഒരു നിലപാടെടുക്കുന്നത് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. കാരണം ഇവിടെ വോട്ട് ചെയ്യാനായിട്ട് ഒരൊറ്റ യഹൂദൻ പോലും ഇല്ല. അതാണ് കാരണം. മാധ്യമങ്ങളും അങ്ങനെ ഒരു നിലപാടുകൾ സ്വീകരിക്കുന്നതിന്റെ കാരണം അവർക്ക് കിട്ടുന്ന പരസ്യങ്ങളാണ്, അതിലൂടെ കിട്ടുന്ന കോടികളാണ്. പക്ഷേ അമ്പരപ്പിക്കുന്ന മറ്റൊരു കാര്യം, എന്തുകൊണ്ടാണ് ഇവിടുത്തെ മറ്റ് മത നേതൃത്വങ്ങൾ ഈ ഭീകരതയെ തള്ളിപ്പറയാത്തത്? അതിശക്തമായ ഒരു നിലപാട് പരസ്യമായിട്ട് ഇതുവരെ പ്രഖ്യാപിക്കാത്തത് എന്തുകൊണ്ടാണ്? ഞാൻ സൂചിപ്പിച്ചല്ലോ, നമ്മള് മത നേതൃത്വങ്ങൾ എന്ന് പറയുമ്പോൾ പൊതുവായി എല്ലാ മതങ്ങളെയും അതിനകത്ത് ഉൾച്ചേർത്ത് വെക്കാൻ നമുക്ക് കഴിയില്ല. ഈ ഭീകരതയെ തള്ളി പറയുന്ന മത നേതൃത്വങ്ങൾ നമ്മുടെ ഈ നാട്ടിലുണ്ട്. ചില മത നേതൃത്വങ്ങളെങ്കിലും അത് തള്ളി പറയുന്നുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത്, ഈ ഭീകരതയുടെ, ഈ മതത്തിന്റെ വിശ്വാസ സമൂഹതയുടെ ഭാഗമാണ് ഞങ്ങൾ അവകാശപ്പെടുന്ന ഈ ഭീകര പ്രസ്ഥാനങ്ങൾ, അവര് ഭാഗമാണെന്ന് അവകാശപ്പെടുന്ന ആ മത നേതാക്കന്മാര് തീർച്ചയായിട്ടും അത് തള്ളി പറയാൻ ആദ്യം തയ്യാറാവണം. അത് ചെയ്യണ്ടേ? അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ദൈവസങ്കല്പങ്ങളൊക്കെ നിലനിൽക്കുക? ഇവരുടെ ഈ ദൈവസങ്കല്പങ്ങൾ എങ്ങനെയാണ് മറ്റുള്ളവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുക? അപ്പൊ ദൈവസങ്കല്പങ്ങളെ വികലമായി ചിത്രീകരിക്കുകയും ദൈവസങ്കല്പങ്ങളുടെ തെറ്റായ വ്യാഖ്യാനങ്ങൾ നടത്തുകയും ചെയ്യുന്ന ഭീകര പ്രസ്ഥാനങ്ങൾ തള്ളിപ്പറയാതെ അത്തരം മതങ്ങൾക്ക് നിലനിൽപ്പുണ്ടാവുമെന്ന് ഞാൻ സംശയിക്കുന്നു. ശ്രീമതി ജോയ്സ് മേരി, ഈ ഭീകരതയ്ക്കെതിരെ ഒരു പോസ്റ്റ് ഇട്ടതിന്റെ പേരിൽ ഇത്രയും വലിയ ആക്രമണങ്ങൾ താങ്കൾ പ്രതീക്ഷിച്ചിരുന്നു? കേരളത്തിന്റെ ഭാവിയെക്കുറിച്ച് അങ്ങേക്ക് വലിയ ആശങ്കയുണ്ടോ ഇപ്പോൾ? ഇല്ല, ഞാൻ പ്രതീക്ഷിച്ചില്ല. കാരണം പ്രതീക്ഷിക്കാതിരുന്നത് ഞാനിട്ടത് തെറ്റാണ് എന്ന് എനിക്കൊരു തോന്നലൊന്നും വന്നില്ല. കാരണം വളരെ എന്റെ വികാരത്തിൽ ഇട്ടിരുന്ന ഒരു അമ്മ എന്നുള്ളൊരു ഫീലിൽ ഇട്ട ഒരു പോസ്റ്റിന് ഇത്രയധികം ഒരു കമ്മ്യൂണൽ ഇഷ്യൂ ആയിട്ട് അതിനെ മാറ്റി ഒരു വിഭാഗം ആൾക്കാർ വരുമെന്ന് ഞാൻ ഒരിക്കൽ പോലും സ്വപ്നത്തിൽ പോലും ചിന്തിച്ച കാര്യമല്ല. പക്ഷെ അപ്പോഴും ഞാൻ പറയണു, ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കുന്ന ഒരുപാട് മുസ്ലിം സഹോദരങ്ങളുണ്ട്. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഞാൻ ഇട്ട ആ പോസ്റ്റിന് പോലും ഒരുപാട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീടാണ് അത് പലതും ഡിസ്ലൈക്കായി മാറിയത്. അവർക്ക് അതിന്റെ വസ്തുത അറിയാവുന്നതുകൊണ്ടാണ്. ഞാൻ ഉദ്ദേശിച്ചത് എന്താണ് എന്ന് അവർക്ക് കൃത്യമായി മനസ്സിലായത് കൊണ്ടാണ്. പലപ്പോഴും ഹമാസിന്റെ ചില നയങ്ങളെ എതിർക്കുന്നുവെന്ന് എന്റെ സുഹൃത്തുക്കളായിട്ടുള്ള പല മുസ്ലിം സഹോദരങ്ങളും എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുള്ളവരും ഒരുപാട് പേരുണ്ട്. അപ്പൊ തീവ്രവാദത്തെ എതിർക്കുന്ന, കടുത്ത വർഗീയതയെ ശക്തമായി എതിർക്കുന്ന മുസ്ലിം സഹോദരങ്ങളുണ്ട്. അതിൻ്റെ അകത്ത് യാതൊരു സംശയവുമില്ല. ഒരുപാട് കുടുംബങ്ങളുണ്ട്, അതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. ഇവൻ എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുമുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഞാൻ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടുമ്പോ ഇത്തരത്തിൽ ഒരു ആക്രമണം എന്റെ നേരെ ഉണ്ടാകുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയതല്ല. എന്നെ ഇത് ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തി. ഇത് എന്താ സംഭവിക്കണേ, ഇതെന്താണ്? ഞാൻ വീണ്ടും എന്റെ പോസ്റ്റർ എടുത്ത് റിപ്പീറ്റ്ലി ഞാനത് റീഡ് ചെയ്തു. എന്തെങ്കിലും മിസ്റ്റേക്ക് ഞാൻ എഴുതിയിട്ടുണ്ട്, പക്ഷെ എനിക്ക് അതിലെ മിസ്റ്റേക്ക് എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല.
എനിക്ക് ഇപ്പോഴും അതെനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഇപ്പോഴും പലരും എന്നോട് പറഞ്ഞു പോസ്റ്റ് പിൻവലിക്കുമ്പോഴും നിലപാട് മാറ്റുന്നില്ലല്ലോ. നിലപാട് മാറ്റാൻ എനിക്ക് സാധിക്കുന്നില്ല. കാരണം എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത്, എന്റെ പോസ്റ്റിലെ എന്ത് വർഗീയതയാണ് ഞാൻ പറഞ്ഞതെന്ന് അറിയില്ല എനിക്ക്. കാരണം വർഗീയത ഉണ്ടാവരുതെന്നും സെക്യുലറിസം ശക്തമാകണമെന്നും അതുപോലെ സംസാരിക്കുന്ന വ്യക്തിയാ. കുഞ്ഞുങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നതാണ്, പല വിദ്യാലയങ്ങളിൽ പോണ. അങ്ങനെ ഒരാൾക്ക് എങ്ങനെയാ ഒരു മതത്തിന്റെ മാത്രം പക്ഷം പിടിച്ച് പറയാൻ സാധിക്കുക? ഞാൻ ക്രിസ്തുമത വിശ്വാസിയാ, സമുദായ സ്നേഹിയാ. പക്ഷെ എന്റെ സമുദായം വളരുമ്പോൾ മറ്റു സമുദായത്തിന്റെ വിശ്വാസങ്ങളെ മാനിക്കണമെന്നും ബഹുമാനിക്കണമെന്നും ഞാനെപ്പോഴും പറയാറുള്ളത്. എനിക്ക് തോന്നുന്നു എന്റെ ക്രിസ്തുമതം പഠിപ്പിച്ചേക്കുന്നത് അതാണ്. ഇപ്പം അച്ഛൻ വളരെ വിശദമായിട്ട് തന്നെ പറഞ്ഞു, ശത്രുക്കളെ പോലും സ്നേഹിക്കാനാ പറഞ്ഞേക്കണേ. അപ്പൊ അതിന്റെ അകത്ത് ജാതിയോ മതമോ നോക്കാൻ പറഞ്ഞിട്ടില്ല, ശത്രുവായിട്ട് കാണാനും പറയുന്നില്ല ആരെയും. നിന്റെ അയൽക്കാരനെ സ്നേഹിക്കാൻ പറയുന്നു, അതുപോലെ നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കാൻ പറയണു. ഈ അയൽക്കാരന്റെ ജാതിയും മതവും ഒക്കെ നോക്കണുണ്ടോ? എനിക്കറിയാൻ പാടില്ല കേട്ടോ, എന്നൊന്നും ഞാൻ നോക്കാറില്ല. പക്ഷെ ഞാൻ എന്റെ കുഞ്ഞുങ്ങളോട് പറയുന്നത് മറ്റു സമുദായത്തിലുള്ള കുഞ്ഞുങ്ങളൊപ്പം ഉണ്ടെങ്കിൽ അവരുടെ വിശ്വാസത്തെ ബഹുമാനിക്കണമെന്ന്. ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് എന്റെ ഒരു ഹോസ്റ്റൽ മേറ്റ് എന്ന് പറയുന്നത് ഒരു മുസ്ലിം സഹോദരിയാണ്. അപ്പൊ അവര് നിസ്കരിക്കാനായിട്ടുള്ള സൗകര്യം ഞാൻ എന്റെ മുറിയിൽ ഒരുക്കുമായിരുന്നു. നിസ്കരിക്കുന്ന സമയത്ത് ഞാൻ ഫോൺ കോൾ അറ്റൻഡ് ചെയ്യാതിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കുമായിരുന്നു. അത് അവരുടെ മതവിശ്വാസത്തെ ബഹുമാനിക്കുന്നത് കൊണ്ടാണ്. എന്റെ പോസ്റ്റിൽ പോലും പടച്ചോൻ പൊറുക്കില്ല എന്നാണ് ഞാൻ പറഞ്ഞേക്കണത്. അപ്പൊ അത് അവരുടെ മതവിശ്വാസത്തെ ഞാൻ ബഹുമാനിക്കുന്നത് കൊണ്ടാണ്. പടച്ചോൻ എന്ന് പറയുന്ന ഒരു ശക്തി ഉണ്ട് എന്ന് അവർ വിശ്വസിക്കുന്നതിനെ ഞാൻ ബഹുമാനിക്കുന്നത് കൊണ്ടാണ് പടച്ചോൻ പോലും പൊറുക്കില്ല എന്ന് ഞാൻ എഴുതിയത്. അതിനെ പോലും നെഗറ്റീവായിട്ട് കാണാനായിട്ടാണ് ഒരു വിഭാഗം ആൾക്കാർ. എനിക്കത് മനസ്സിലാക്കാനുള്ള കാരണം, ഈ വേഷവിധാനത്തെ കച്ചവടമാക്കുന്ന ചില വ്യക്തികൾ അവരുടെ വേഷത്തെ അവർ വിൽക്കുകയാണ്. അതിൽ വിശ്വസിച്ച് പോകുന്ന മുസ്ലിം സഹോദരങ്ങളെ നമുക്ക് ഒരിക്കലും കുറ്റപ്പെടുത്താൻ പറ്റില്ല. ഇപ്പൊ നമ്മളാണെങ്കിലും അങ്ങനെയാണല്ലോ. ഒരു മതപണ്ഡിതൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ നമ്മൾ ബഹുമാനിക്കണം. അത്തരത്തിൽ വേഷവിധാനങ്ങളെ പോലും കച്ചവടം ചെയ്യുന്ന വ്യക്തികളുടെ പോസ്റ്റുകൾ ഞാൻ കണ്ടു. അതായത് വ്യക്തിപരമായി പോലും ഒരു സ്ത്രീ എന്നുള്ള പരിഗണന തരാതെ, കുഞ്ഞുങ്ങളുടെ അമ്മ എന്നുള്ള പരിഗണന തരാതെ, ഒരു പൊതുപ്രവർത്തകയ്ക്കും അപ്പുറം ഞാനൊരു കുടുംബിനിയാണെന്നുള്ള പരിഗണന തരാത്ത ഒരു വിഭാഗം ആൾക്കാരെ കണ്ടു. അത് ബോധപൂർവമായ ശ്രമമാണ്. ഞാൻ ഒരു സമുദായത്തെ അല്ല കേട്ടോ ആക്ഷേപിക്കുന്നത്. അതിലുള്ള ഒരുപറ്റം ആൾക്കാർ, ഒരു ന്യൂനപക്ഷമാണ്. പക്ഷെ ഈ ന്യൂനപക്ഷത്തിന്റെ വിശ്വാസത്തെയും ആ ഒരു തീവ്രതയെയും മജോറിറ്റിയിലേക്ക് കൊണ്ടുവരാനായിട്ട് ബോധപൂർവമായി ശ്രമം നടത്തുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ ജോയ്സ് മേരി, ആ പോസ്റ്റ് എന്തിനാണ് പിന്നെ ഹൈഡ് ചെയ്തത്? എന്തിനാണ് ആ പോസ്റ്റ് ഹൈഡ് ചെയ്തത്? സ്വന്തം നിലപാടുകൾ തുറന്നു പറയുന്നതില് പാർട്ടിയിൽ നിന്ന് എന്തെങ്കിലും വിലക്കുണ്ടോ? കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട് പാലസ്തീനിൽ സമാധാനം ഉണ്ടാകണം എന്ന് തന്നെയാണ്. ഞാനും ആ നിലപാടിൽ തന്നെ അടിയുറച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയുമാണ്. ഭീകരവാദത്തിനെതിരെ തന്നെയാണ് കോൺഗ്രസിന്റെ നിലപാട്. അതിനകത്ത് എനിക്ക് യാതൊരു സംശയവുമില്ല. നിലപാട് കോൺഗ്രസ് പാർട്ടി വ്യക്തമാക്കിയിട്ടുള്ളതുമാണ്. പിന്നെ ഇനി ഞാൻ ഇതിന്റെ കൂടെ ഒന്ന് ആഡ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കാണുന്നത് പാലസ്തീനിലെ കുറെ കുഞ്ഞുങ്ങളുടെ മുഖങ്ങൾ കാണുന്നുണ്ട്. ഞാനത് പറഞ്ഞ പോലെ തന്നെ അത് തന്നെ ഡിസ്റ്റർബ് ചെയ്യുന്ന കാഴ്ചകൾ. അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിയുന്ന, ആശുപത്രികളിൽ കഴിയുന്ന കുഞ്ഞുങ്ങൾ. കഴിഞ്ഞ ദിവസം ഒരു 7 മാസം പ്രായമുള്ള ഒരു കൊച്ചു പകച്ചിരിക്കുക, അതിന് എന്താ പറ്റിയെന്ന് പോലും അറിയില്ല, അപ്പനും അമ്മയും അടുത്തില്ല. അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നതിലും അപ്പുറത്താ. പാലസ്തീനിലെ കുഞ്ഞുങ്ങളും ഇതേ വേദനകളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുക. അതും നമുക്ക് സഹിക്കാൻ പറ്റുന്ന, അംഗീകരിക്കാൻ പറ്റുന്ന ഒന്നല്ല. ഒരു രാജ്യത്തിന്റെയും പക്ഷം പിടിച്ച് പറയല്ല. അതിനൊക്കെ ഉപരി മനുഷ്യത്വത്തിന് വില കൊടുക്കുക. മനുഷ്യന് നോവുമ്പോൾ നമുക്കും, നമ്മുടെ അടുത്തുള്ളവർക്ക് നോവുമ്പോൾ നമുക്കും വേദനിക്കാൻ ഒരു മനസ്സുണ്ടാവുക. അതാണ് എന്റെ വിശ്വാസം. ഫാദർ റോയ് കണ്ണഞ്ചിറ, കേരളത്തില് ഈ മതഭീകരന്മാരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു വർഷം മുമ്പ് ഈ NIA വന്ന് ഇവിടുന്ന് കുറെ ഭീകരന്മാരെയൊക്കെ പൊക്കിക്കൊണ്ടുപോയി. പക്ഷേ ആ നേതൃത്വങ്ങളെ മാത്രമേ കൊണ്ടുപോയിട്ടുള്ളൂ. അവരുടെ അണികള്, അതേ മനോഭാവവും അതേ കാഴ്ചപ്പാടും ഉള്ളവര് ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ട്. അവരുടെ പ്രവർത്തനങ്ങൾ ഇവിടെ നിർബാധം നടക്കുന്നു എന്നുള്ളത് ഇവിടെ സമാധാനത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന വലിയ ഒരു ജനവിഭാഗത്തിന് ഭീഷണി ഉയർത്തുന്നുണ്ടോ? തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു മതത്തിന്റെ പേരിൽ മറ്റ് മതവിശ്വാസികളെയും മനുഷ്യരെയും ഇല്ലാതെയാക്കണം എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അവർ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും ഭാവിക്ക് ഭീഷണിയാണ്, സംശയമില്ല. അപ്പൊ അത് ഏതെങ്കിലും ഒരു മതത്തിന്റെ പേരിൽ അങ്ങനെ നമുക്ക് ആരോപിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല ഇന്ന് നമ്മുടെ കേരളത്തിലും ഭാരതത്തിലും എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം.
ആരെങ്കിലും ഒരു മതം ഞങ്ങൾ മാത്രം ഇവിടെ ജീവിച്ചാൽ മതി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ മറ്റുള്ളവർ അതിജീവനത്തിന് വേണ്ടി സംഘടിതരായി പോകുന്ന ഒരു സാഹചര്യവും കൂടി ഈ കേരളത്തിലുമുണ്ട്, ഭാരതത്തിലുമുണ്ട്. ഇത്തരത്തിൽ ഈ വൈരാഗ്യവും പകയും മൂത്ത് പരസ്പരം മൃഗത്തെ പോലെ ആക്രമിച്ച് കൊലപ്പെടുത്തുമ്പോൾ വീണ്ടും മനുഷ്യത്വത്തിന്റെ വരൾച്ചയാണ് നമ്മൾ കാണുന്നത്. അത്തരത്തിലുള്ള ഭീകരത ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ എന്റെ മതത്തിൽ വിശ്വസിക്കാത്ത ഒരാൾ ഇവിടെ ജീവിക്കരുത് എന്ന് പറയുന്ന ഒരാൾ പോലും ഇവിടെ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അവരുടെ മനസ്സ് മാറട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അവരുടെ മനസ്സ് മാറട്ടെ, അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഇവിടെ നമുക്ക് പരസ്പരം സൗഹാർദ്ദത്തോടെ ജീവിക്കാം. അല്ലെങ്കിൽ ഇനിയും യുദ്ധങ്ങൾ ഇങ്ങനെ പെരുകിക്കൊണ്ട് തന്നെ ഇരിക്കും. ഇവിടെ ജോയിസ് പറഞ്ഞതുപോലെ നമ്മളെല്ലാം മാധ്യമങ്ങളിലൂടെ കാണുന്നുണ്ട്, പാലസ്തീനിലും ഇസ്രായേലിലും ഒരുപോലെ നിരായുധരാകുന്ന, നിസ്സഹായരായി തീരുന്ന നിരപരാധികളുടെ നിലയ്ക്കാത്ത നിലവിളികൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അതിന് എന്ത് മറുപടിയാണ് പറയാനുള്ളത്? നമുക്ക് ഈ യുദ്ധം അവസാനിക്കണമേ, ഇത്തരത്തിലുള്ള പകയും വിദ്വേഷവും അവസാനിപ്പിക്കണമേ എന്ന് മാത്രം പ്രാർത്ഥിക്കാനേ കഴിയുന്നുള്ളൂ. അത് ആ ദൈവം കേൾക്കുകയും എല്ലാവരും നല്ല മനുഷ്യരായി തീരുകയും ചെയ്യട്ടെ എന്നതാണ് എന്റെ പ്രാർത്ഥന. എല്ലാവരും മതവിശ്വാസികളാവട്ടെ, എല്ലാ മതങ്ങളിലും നന്മയുണ്ട്, ആ നന്മ ഉണരട്ടെ. എന്റെ മതം മാത്രം മതി എന്ന് പറയുന്ന ആ ഒരു തീവ്ര നിലപാട്, മറ്റു മതവിശ്വാസികളെല്ലാം എനിക്ക് ശത്രുക്കളാണ്, അവരെല്ലാം വെറുക്കപ്പെടേണ്ടവരാണ് എന്ന് പറയുന്ന ആ ഒരു തീവ്ര നിലപാട് ഇല്ലാതെയാകട്ടെ. അങ്ങനെ വിശ്വസിക്കുന്നവർ ഇല്ലാതെയാകട്ടെ എന്ന് പറയുമ്പോൾ അവരുടെ വിശ്വാസം മാറി മനുഷ്യത്വത്തിന്റെയും മാനവികതയുടെയും മഹത്തായ സാഹോദര്യത്തിന്റെയും വിശ്വാസങ്ങളും ബോധ്യങ്ങളും നമുക്കൊരു നല്ല സമൂഹ നിർമ്മിതിക്കായി, സമൂഹ ജീവനത്തിനായി സഹായകരമാകട്ടെ. അങ്ങനെ അല്ലാതെ വരുമ്പോൾ നമ്മളുടെ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് കണ്ട ഒരു ചിത്രത്തെ അടിസ്ഥാനപ്പെടുത്തി നമ്മുടെ മലയാളത്തിന്റെ മഹാകവി അക്കിത്തം അച്യുതൻ നമ്പൂതിരി എഴുതിയ 20-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം എന്നൊരു കവിതയുടെ ശകലം പോലെ ആയിത്തീരും കേരളം. അതിൽ അദ്ദേഹം എഴുതുകയാണ്, നിരത്തിൽ കാക്ക കൊത്തുന്നു ചത്ത പെണ്ണിന്റെ കണ്ണുകൾ, മുല ചപ്പി വലിക്കുന്നു നരവർഗ നവാതിഥി. ഒരു കൊച്ചു കുഞ്ഞ്, നരവർഗ നവാതിഥി, നരവർഗത്തിലേക്ക് വന്ന നവാതിഥിയായ ഒരു പിഞ്ചു കുഞ്ഞ് മരിച്ചു കിടക്കുന്ന അമ്മയുടെ മുല കുടിക്കുന്ന ഒരു ചിത്രം അദ്ദേഹം കണ്ടിട്ട് എഴുതുകയാണ്. അതേസമയം തന്നെ ആ മൃതശരീരത്തിന്റെ കണ്ണ് കാക്ക കൊത്തിക്കൊണ്ടിരിക്കുന്നു. ഇത്രയും ഭീകരമായ ഒരു ചിത്രം ഈ വർത്തമാന കാലത്തിൽ ഉണരുകയാണ്. അതാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. സ്ത്രീകളുടെ മൃതശരീരത്തെ പോലും ഭോഗിക്കുന്ന അവസ്ഥയിലേക്ക് ഈ ഭീകരന്മാർ അതപ്പതിച്ചു പോയിരിക്കുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട്. അക്കിത്തം എഴുതിയത് അക്ഷരാർത്ഥത്തിൽ ശരിയാവുകയാണ്. നിരത്തിൽ കാക്ക കൊത്തുന്നു ചത്ത പെണ്ണിന്റെ കണ്ണുകൾ, മൃതശരീരങ്ങളെ ഉപദ്രവിക്കുകയാണ്, ആക്ഷേപിക്കുകയാണ്. അത്തരത്തിൽ കാക്ക കൊത്തുമ്പോൾ ഈ നരവർഗ നവാതിഥി പിഞ്ചു കുഞ്ഞുങ്ങൾ അതിജീവനത്തിന് വേണ്ടി നിലവിളിക്കുകയാണ്. അവർ ഒരിറ്റ് മുലപ്പാൽ കിട്ടുമോ എന്ന് ചോദിച്ചുകൊണ്ട് ഈ തോക്കിൻ മുനയിലേക്ക് വാ പിളർന്ന് നിൽക്കുകയാണ്. അപ്പോഴാണ് അക്കിത്തം പാടുന്നത്, വെളിച്ചം ദുഃഖമാണ് ഉണ്ണി തപസല്ലോ സുഖപ്രദം. ഇവിടെ ഈ വെളിച്ചം എന്ന് പറയുന്നത് ദുഃഖമാണ്, നമുക്ക് ഇത് കാണാനുള്ള കാഴ്ചയില്ല, ഈ ഇരുട്ടാണ് നല്ലത് എന്ന് പ്രാർത്ഥിച്ചു പോകുന്ന ഒരു കെട്ടകാലം, വെളിച്ചം കെട്ട കാലം ഇവിടെ ഇനി ഉണ്ടാകാതിരിക്കട്ടെ എന്നതാണ് എന്റെ പ്രാർത്ഥന. അതുകൊണ്ട് ഇത്തരത്തിൽ പിന്നെ ഒരു ഭീകരത സൃഷ്ടിക്കുന്ന ഒരു മതചിന്ത ഒരിക്കലും മാനവികതയ്ക്ക് ചേർന്നതല്ല. അത്തരത്തിലുള്ള അങ്ങനെ ചിന്തിക്കുന്നവർ അവരുടെ മനസ്സ് മാറ്റട്ടെ, നമുക്ക് ഒരുമിച്ച് ഇവിടെ ജീവിക്കാം എന്ന ആ ഒരു മാനവികതയുടെ ചിന്ത, സാഹോദര്യത്തിന്റെ ചിന്ത ഉണരട്ടെ എന്നതാണ് എന്റെ പ്രാർത്ഥന. കാരണം ഇവിടെ ഓരോ രാജ്യവും ഇതുപോലെ അവിടെ ഭൂരിപക്ഷമുള്ള മതവിശ്വാസികൾ മാത്രം ജീവിച്ചാൽ മതി എന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഇവിടെ ഇപ്പോൾ ഞങ്ങൾ മാത്രം മതി എന്ന് പറയുന്ന വിഭാഗവും ചിലയിടങ്ങളിൽ ന്യൂനപക്ഷമാണ്. അവിടെയും മനുഷ്യർ മരണപ്പെട്ടാലോ, അവിടെയും മനുഷ്യർ ആക്രമിക്കപ്പെട്ടാലോ, അവിടെയും മാനവികതയല്ലേ മുറിവേൽക്കുന്നത്, മനുഷ്യത്വമല്ലേ മുറിവേൽക്കുന്നത്. നമുക്ക് മനുഷ്യത്വത്തെ ആദരിക്കാം. കാരണം ദൈവം മനുഷ്യത്വത്തിലാണ് ഈ ദൈവത്വത്തിന്റെ പൂർണ്ണത ദർശിച്ചത്. ആ വിശ്വാസമാണ് എനിക്കുള്ളത്. അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ സംസാരിക്കാൻ കഴിയുന്നത്. കാരണം മനുഷ്യനെ മനുഷ്യനായി, സഹോദരനായി,
കാണുന്ന, സഹോദരനായി കാണുന്ന, സ്വന്തമായി കാണുന്ന ആ ഒരു വിശ്വാസത്തിന്റെ പേരാണ് മതം എന്ന് വിളിക്കാനാണ് എനിക്കിഷ്ടം. അല്ലാതെ മനുഷ്യനെ മൃഗമായി കാണുന്ന, മൃഗത്തെക്കാൾ മൃഗീയമായി മനുഷ്യനെ കൊല ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന പൈശാചികതയുടെ കാഴ്ചപ്പാടുകളെ ഒരിക്കലും ഒരു മതവിശ്വാസം എന്ന് വിളിക്കാനായിട്ട് കഴിയില്ല. അതുകൊണ്ടാണ് പിന്നെ ആരുടെ കാലിൽ തറയ്ക്കുന്ന മുള്ളും എൻ ആത്മാവിനെ കുത്തി നോവിക്കും എന്ന് നമ്മുടെ ബാലാമണിയമ്മയെ പോലെയുള്ള അമ്മ മനസ്സുകൾ നിലവിളിച്ചത് അങ്ങനെയാണ്. അത്തരത്തിലുള്ള ഒരു അമ്മയുടെ നിലവിളിയാണ് ജോയ്സിലൂടെ ഇവിടെ ഉണർന്നത്. ബാലാമണിയമ്മ എഴുതിയത് ആരുടെ കാലിൽ തറയ്ക്കുന്ന മുള്ളും എൻ ആത്മാവിനെ കുത്തി നോവിക്കും. എവിടെ മുള്ളു തറച്ചാലും അത് എന്റെ ആത്മാവിലാണ് നൊമ്പരം ഉണർത്തുന്നത് എന്ന് പറയുന്നത് ഒരു അമ്മ മനസ്സാണ്. അത്തരത്തിലുള്ള അമ്മമാരിവിടെ തുറന്ന് സംസാരിക്കട്ടെ. അതിന് രാഷ്ട്രീയ പാർട്ടികളുടെ പിന്നെ അടിമകളായി തീരാതെ, രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങളുടെ അടിമകളായി തീരാതെ, മാനവികതയ്ക്കും സത്യത്തിനും വേണ്ടി സംസാരിക്കാനും നിലകൊള്ളാനും മാതൃത്വത്തിന്റെ ദാനം ലഭിച്ചിട്ടുള്ള അമ്മമാർ ഉണരട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരിക്കൽ കൂടി ജോയ്സിന് അത്തരത്തിലുള്ള ഒരു അമ്മ മനസ്സിന്റെ ഒരു ഉണർത്തുപാട്ടായി മാറാൻ ഈ ഒരു കെട്ടകാലത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട ദൈവം തെരഞ്ഞെടുത്തിയ ഒരു മാലാഖയായിട്ടാണ്, അമ്മ മനസ്സിന്റെ ഒരു ഉണർത്തുപാട്ട് പാടാൻ വിളിച്ച ഒരു സ്നേഹഗായികയായിട്ടാണ് എനിക്ക് ജോയ്സിനെ തോന്നുന്നത്. അഭിനന്ദനമുണ്ട് ഒരിക്കൽ കൂടി ജോയ്സിന്. ഇതൊരു പ്രവാചക ദൗത്യം തന്നെയാണ്. ഒരിക്കലും മനസ്സ് തളരാതെ മുന്നോട്ട് പോകാൻ ദൈവം ഇടവരുത്തട്ടെ എന്നാണ് എന്റെ പ്രാർത്ഥന. ജോയ്സ് മേരി, താങ്കൾക്ക് ഭയമുണ്ടോ? രാഷ്ട്രീയ ഭാവിയിൽ എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഉണ്ടാകുമെന്ന് തോന്നുന്നുണ്ടോ? സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ ചില എതിർപ്പുകൾ ഈ കാലഘട്ടത്തിൽ ഈ വിഷയത്തിൽ ഉയർന്നു വന്നിട്ടുള്ളപ്പോൾ താങ്കളുടെ രാഷ്ട്രീയ ഭാവിയെ ഇത് പ്രതികൂലമായിട്ട് ബാധിക്കുമെന്നുള്ള അങ്ങനെയുള്ള തരത്തിലുള്ള എന്തെങ്കിലും ഭയമോ ഉത്കണ്ഠയോ വല്ലതും ഉണ്ടോ? പറഞ്ഞോളൂ. രാഷ്ട്രീയ ഭാവി എന്ന് ചോദിക്കുമ്പോൾ ഭാവിയിൽ രാഷ്ട്രീയം വേണം എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമൊന്നും അല്ലല്ലോ. പക്ഷേ എനിക്ക് കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും എനിക്കറിയാവുന്ന നേതാക്കന്മാരൊക്കെ വിളിച്ച് പിന്തുണ അറിയിക്കുക ചെയ്തത്. അവരും പറഞ്ഞത്, പലരും അറിയാവുന്നവരും വിളിച്ചിട്ട് അത് അതിൻ്റെ അകത്തൊരു വർഗീയത അതിന്റെ ഒരു പോസ്റ്റിൽ കാണുന്നില്ല, ഭയപ്പെടേണ്ടതില്ല എന്ന് ധൈര്യം നൽകിയ വ്യക്തികളാ. അതില് ഞാനൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാല് മുസ്ലിം ലീഗിലെ പോലും പല നേതാക്കളും വിളിച്ചിട്ട് ആ ഒരു പോസ്റ്റിൽ വർഗീയതയില്ല, സാരമില്ല എന്ന് പറഞ്ഞ, കുഴപ്പമില്ല, ഭയക്കേണ്ടതില്ല എന്ന് പറഞ്ഞ നേതാക്കളും ഉണ്ട്. അതൊന്നും വിസ്മരിക്കപ്പെടാൻ പറ്റുന്ന ഒരു കാര്യങ്ങളല്ല. അപ്പൊ ഞാൻ ഇപ്പോഴും വ്യക്തമായി പറയുന്നത്, മതം ഏതായാലും രാജ്യം ഏതായാലും മുറിവേറ്റപ്പെടുന്നവന്റെ ഒപ്പം നിൽക്കുവാനായിട്ട് നമ്മുടെ സമൂഹത്തിന്റെ ചിന്തകൾക്ക് കഴിയട്ടെ. അല്ലെങ്കിൽ ഒരു മുറിവേറ്റപ്പെട്ടവൻ ഒപ്പം നിൽക്കുമ്പോൾ അത് ഏത് മതത്തിലുള്ളവനാണ് എന്ന് നോക്കിയിട്ട് ആക്രമിക്കുന്നതിലേക്ക് നമ്മുടെ ഒരു മാനസികമായിട്ടുള്ള തലങ്ങൾ വളർന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാടിന്റെ പോക്ക് വളരെ വളരെ ദുഷ്കരമാണ്. ഭാവി വല്ലാത്തത് തന്നെയാണ്. അത്തരത്തിലുള്ള ചിന്തകൾ നമ്മുടെ നാടിനെ നയിക്കാതിരിക്കട്ടെ. അവസാനമായി ഡോക്ടർ ചാക്കോ കാളമറമ്പിൽ, നമുക്കറിയാം ഈ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ 10,000-കണക്കിന് മനുഷ്യരെ കൊല്ലപ്പെട്ടു. ആർക്കും ഒരു വിഷയമില്ല. അസർബൈജാനിൽ നിന്ന് ലക്ഷക്കണക്കിന് മനുഷ്യരെ കൂട്ടപാലായനം ചെയ്യുന്നു. ജനിച്ച നാടും വീടും എല്ലാം ഉപേക്ഷിച്ച്. ആർക്കും ഇവിടെ ഒരു വിഷയമില്ല. നൈജീരിയയില് കൂട്ടക്കൊലകള്, ക്രൈസ്തവ കൂട്ടക്കൊലകൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. കേരളത്തിൽ ആർക്കും ഒരു വിഷയവുമില്ല. പക്ഷെ ഈ വിഷയത്തിൽ മാത്രം ഇത്രമാത്രം സങ്കടപ്പെടാനുള്ള കാരണം എന്താണെന്ന് അരിയാഹാരം കഴിക്കുന്ന ഏവർക്കും മനസ്സിലാകുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ പശ്ചിമേഷ്യയെ യുദ്ധത്തിലേക്ക് നയിക്കുവാനുണ്ടായ കാരണം മതഭ്രാന്താണെന്ന് കത്തോലിക്ക കോൺഗ്രസ് പാസാക്കിയ ഒരു പ്രമേയത്തില് സൂചിപ്പിക്കുകയുണ്ടായി. അപ്പൊ അങ്ങനെ ഒരു സൂചനയിലേക്ക് കടക്കുവാനുള്ള കാരണം എന്തായിരുന്നു? ഞാനത് പറയാനുള്ള കാരണം, ലെബനൻ ഒരു രാജ്യമായിരുന്നു. 1970 ശേഷം അവിടെ ഉണ്ടായ അഭയാർത്ഥി പ്രവാഹം 10 വർഷം കൊണ്ട് അതിന്റെ മുഖം മാറ്റി. അവിടെ ഉണ്ടായിരുന്ന ക്രൈസ്തവ സമൂഹത്തെ കൂട്ടക്കൊല ചെയ്ത് ഉന്മൂലനം ചെയ്ത് അത് ഇസ്ലാം രാഷ്ട്രമായി മാറിയ ചരിത്രമുണ്ട്. ഈജിപ്ത് ഒരു ക്രിസ്ത്യൻ ഭൂരിപക്ഷ പ്രദേശമായിരുന്നു. ഇസ്ലാം അഭയാർത്ഥികളുടെ ഒഴുക്ക് അവസാനം ഈജിപ്തിനെ എവിടെ കൊണ്ടെത്തിച്ചു എന്ന് ഇന്നത്തെ ചരിത്രം നമ്മൾ കാണുന്നുണ്ട്. അർമേനിയ ഒരു ക്രിസ്ത്യൻ രാജ്യമായിരുന്നു. തുർക്കികൾ ആക്രമിക്കുകയും ബലാത്സംഗം ചെയ്യുകയും കൂട്ടക്കൊല നടത്തുകയും കൂട്ടമായിട്ട് ഓടിച്ച് നാടുകടത്തുകയും ചെയ്തതിന്റെ പേരിൽ അർമേനിയയുടെ ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയാം. സിറിയ ഒരു ക്രിസ്ത്യൻ രാജ്യമായിരുന്നു. ഇന്നതിന്റെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയാം. ഹാഗിയ സോഫിയ തീർച്ചയായിട്ടും ഒരു പരമ്പരാഗതമായി ഇന്നത് മുസ്ലിം പള്ളിയായി മാറി.
ഫ്രാൻസും മറ്റു യൂറോപ്യൻ രാജ്യങ്ങളിലും ഇന്ന് അഭയാർത്ഥി പ്രവാഹങ്ങൾ, ആ രാജ്യത്തെ സാധാരണക്കാരായ ജനങ്ങൾ ജീവിക്കാൻ പറ്റാത്ത വിധത്തിൽ അക്രമവും അതുപോലുള്ള പ്രതിസന്ധികളും തലയുയർത്തിക്കൊണ്ട് നടമാടും. എന്നാൽ പോളണ്ട് പോലുള്ള രാജ്യങ്ങൾ ഇത്തരം അഭയാർത്ഥികളെ അനുവദിക്കുന്നില്ല എന്നുള്ളത് മറ്റൊരു. ഗാസ പ്രദേശത്ത് 41 കിലോമീറ്റർ നീളവും 10 കിലോമീറ്റർ വീതിയുമുള്ള മൊത്തം ആ പ്രദേശത്തെ മൊത്തം 1500ഓളം കിലോമീറ്റർ നീളമുള്ള 1300ഓളം തുരങ്കങ്ങളുണ്ടെന്നാണ് ഈ അടുത്ത ദിവസം ഞാൻ മനസ്സിലാക്കിയത്. അവിടെ പണം ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ഈ പറയുന്ന ഭീകരവാദ പ്രസ്ഥാനം ഇൻവെസ്റ്റ് ചെയ്യുന്നത് സാധാരണ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകി അവർക്കൊരു വികസനോന്മുഖത കൊടുക്കാനല്ല, മറിച്ച് ഇത്തരം ഭീകര പ്രസ്ഥാനങ്ങൾ വളരാനും തഴച്ചു വളരാനും അതിനാവശ്യമായ ആയുധങ്ങളും വെടിക്കോപ്പുകളും മറ്റ് സന്നാഹങ്ങളും സജ്ജീകരിക്കാനും. ഇപ്പൊ ലോകക്രമം എങ്ങോട്ടാണ് പോകുന്നതെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന യാഥാർത്ഥ്യം അത് തന്നെയാണ്. അത്തരത്തിലുള്ള ഒരു ലോകക്രമമാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെ ഒരു ലോക മനസ്സാക്ഷി ഉയരണം. അതിനെതിരെ ഇത്തരം ഭീകര പ്രസ്ഥാനങ്ങൾക്കെതിരെ നമ്മുടെ എല്ലാ ജാതി മതസ്ഥരും ഒന്നുചേർന്ന് നിലകൊള്ളണം. ഏത് സത്യദൈവത്തിൽ വിശ്വസിക്കുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും അവനെ സംബന്ധിച്ചിടത്തോളം അച്ഛൻ സൂചിപ്പിച്ചതുപോലെ അടുത്തു നിൽക്കുന്നവൻ എന്റെ സഹോദരനാണ്. അടുത്തു നിൽക്കുന്നവൻ എന്റെ ശത്രുവായി കാണുകയും അവന്റെ മരണമാണ് എന്റെ സ്വർഗപ്രാപ്തിക്ക് സഹായകമാകുക എന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന വിശ്വാസധാരകൾ ഉള്ളിടത്തോളം കാലം ഈ പ്രതിസന്ധി നിലനിൽക്കുമെന്ന് തിരിച്ചറിയണം നമ്മൾ. അതുകൊണ്ട് തന്നെ അടുത്തു നിൽക്കുന്ന സഹോദരനെ അവന്റെ ജാതിമത വർണ്ണവർഗത്തിലേക്ക് നോക്കാതെ സ്നേഹിക്കാനും സഹിഷ്ണുതയോടെ അവനെ കാണാനും അവന്റെ നൊമ്പരങ്ങൾ എന്റെ നൊമ്പരങ്ങളായും അവന്റെ മുറിവുകൾ എന്റെ മുറിവുകളായും മാറാനും അവനെ മുറിപ്പെടുത്തുമ്പോൾ, അവനെ അനാവശ്യമായി മുറിപ്പെടുത്തുമ്പോൾ അത് എനിക്ക് മുറിവേൽക്കുന്നതുപോലെ തോന്നാനും കഴിഞ്ഞ ഒരു സമൂഹം ലോകത്തിൽ ഉയർന്നു വന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ലോകക്രമം വലിയ അരക്ഷിതാവസ്ഥയിലേക്കും അക്രമത്തിലേക്കും പോകും. അതിനെന്ത് ചെയ്യണം? നീതിബോധമുള്ള സമൂഹങ്ങള്, നീതിബോധമുള്ള രാജ്യങ്ങള്, സത്യത്തിന് നീതിക്കും വേണ്ടി നിലകൊള്ളുന്ന മതവിശ്വാസങ്ങള്, ധാർമ്മിക അടിയുറച്ച നേതൃത്വങ്ങള് നമുക്ക് ഉയർന്നു വരേണ്ടതുണ്ട്. അവ ഒന്നിച്ചു നിന്നുകൊണ്ട് ഇത്തരത്തിലുള്ള ഭീകര പ്രസ്ഥാനങ്ങളെ ഈ ലോകത്ത് നിന്ന് തീർച്ചയായിട്ടും ഉന്മൂലനം ചെയ്യേണ്ടതുണ്ട്. അവിടെ കുടികൊള്ളുന്ന വൈകല്യം ബാധിച്ച മനസ്സുകളെ ഒന്നുകിൽ തിരിച്ചു നടത്തുകയോ അല്ലെങ്കിൽ അവരെ അഴിക്കുള്ളിലാക്കുകയോ ചെയ്യേണ്ടത് ഈ കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ്. ഇതിനുവേണ്ടി മാർപ്പാപ്പ ആഹ്വാനം ചെയ്തതുപോലെ ലോകത്തിന് വേണ്ടി, ലോകക്രമത്തിന് വേണ്ടി, ലോക സമാധാനത്തിന് വേണ്ടി ലോകത്തിലെ രാജ്യങ്ങൾ പരസ്പരം മല്ലടിച്ചു നിൽക്കുന്നവരാകാതെ എന്റെ സാമ്രാജ്യം ലോകമെമ്പാടും സ്ഥാപിക്കാനായി വ്യഗ്രത കൊണ്ടുകൊണ്ട് ഞാൻ മറ്റുള്ളവരെ എല്ലാം കണ്ണിൽ കണ്ടവനെ എല്ലാം വെട്ടിക്കൊല്ലുകയും കുത്തിക്കൊല്ലുകയും കഴുത്തിറക്കുകയും ചെയ്യുന്ന ഭീകരമുഖങ്ങളിലേക്ക് മാറുന്ന തത്വസംഹിതകളെ സപ്പോർട്ട് ചെയ്യുന്നവരാകാതെ നമ്മളുടെ വിശ്വാസധാരകളും ധാർമ്മിക മൂല്യങ്ങളും ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്ന ഒരു സമൂഹമായി നമ്മൾ നിലകൊള്ളുന്നില്ല എന്നുണ്ടെങ്കിൽ അനധിവിദൂര ഭാവിയിൽ നമ്മൾ ദുഃഖിക്കേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം, ഒന്നിച്ച് പ്രവർത്തിക്കാം, ഒന്നിച്ച് നിലകൊള്ളാം. മനസാക്ഷി ഉണരട്ടെ. ദൈവത്തിന് മുമ്പിൽ നീതി എന്താണെന്ന് തിരിച്ചറിഞ്ഞ് നന്മയെ തിന്മയായും തിന്മയെ നന്മയായും കാണുന്ന ലോകക്രമത്തിൽ നന്മയെ നന്മയായി കാണിച്ചു കൊടുക്കാൻ കഴിയുന്ന ഒരു വലിയ സമൂഹം ഉണർന്നു വരട്ടെ. അത് രാജ്യത്തിനും ലോകത്തിനും തന്നെ വലിയ ഒരു ആശ്വാസമാകും, വലിയ ഒരു പ്രഭാത നക്ഷത്രമായി മാറുമെന്നുള്ള ഒരു സംശയമില്ല. അതിനുവേണ്ടിയായിരിക്കണം നമ്മുടെ നീക്കങ്ങൾ, ചർച്ചകൾ, നമ്മുടെ പ്രയത്നങ്ങൾ, നമ്മുടെ പരിശ്രമങ്ങൾ എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. ഡോക്ടർ ചാക്കോ പറഞ്ഞതുപോലെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി മുൻപോട്ടുള്ള സ്റ്റെപ്പുകൾ വെക്കാനായിട്ട് ലോക നേതാക്കന്മാർക്ക്, മത നേതാക്കന്മാർക്കൊക്കെ സാധിക്കട്ടെ എന്ന് നിശ്ചയമായിട്ട് നമുക്ക് ഒരുമിച്ച് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ഫാദർ റോയ് കണ്ണഞ്ചിറ എന്തെങ്കിലും കൂട്ടിച്ചേർക്കുവാനായിട്ടുണ്ടോ? ആ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. ഇവിടെ മനുഷ്യർ ഒരുമിച്ച് വാഴുന്ന അവരവരുടെ വിശ്വാസത്തെ പരസ്പരം ആദരിച്ചുകൊണ്ട് ജോയ്സ് പറഞ്ഞതുപോലെ മറ്റൊരാളുടെ മതവിശ്വാസത്തെ ആദരിക്കണമെങ്കിൽ എനിക്ക് യഥാർത്ഥത്തിലുള്ള ദൈവവിശ്വാസം ഉണ്ടാവണം. എനിക്ക് എന്റെ മതവിശ്വാസത്തെ പറ്റി അപകർഷതാബോധം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഇല്ലാതെയായാലേ എനിക്ക് നിലനിൽപ്പുള്ളൂ എന്നിവിടെ ചിന്തിക്കേണ്ടി വരുന്നുള്ളൂ. എനിക്ക് എന്റെ അതിലേക്കാണ് ലോക മനസാക്ഷി, ലോക ശ്രദ്ധ ഉണർത്തേണ്ടത്. ഈ ഒരു കാര്യത്തിലാണ് എന്റെ മതവിശ്വാസം മാത്രമാണ് ശരി, അതിലേക്ക് എല്ലാവരും വന്നോണം, വന്നില്ലെങ്കിൽ എല്ലാവരെയും കീഴ്പ്പെടുത്തി ഞങ്ങൾ അങ്ങോട്ട് വിശ്വസിപ്പിച്ച് കളയും. അങ്ങനെയുള്ള ആ മുഷ്ക് ഇവിടെ അവസാനിക്കേണ്ടതായിട്ടുണ്ട്. ചൈന പോലും
ഇസ്രായേലിന് അനുകൂലമായ ഒരു നിലപാട് എടുത്തത് നമുക്കറിയാം. ഇസ്രായേലിനെ സ്വയം പ്രതിരോധിക്കുവാനുള്ള എല്ലാ അവകാശവും ഉണ്ട് എന്ന് ചൈന പോലും പ്രഖ്യാപിക്കുകയുണ്ടായി. ഫ്രാൻസിസ് മാർപ്പാപ്പ ആഹ്വാനം ചെയ്തതുപോലെ യുദ്ധം ഒന്നിനും പരിഹാരമല്ല, നമുക്കറിയാം. യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ മതത്തിന്റെ പേരിൽ, ദൈവങ്ങളുടെ പേരിൽ ഉണ്ടാകുന്ന എല്ലാ ഭീകരതകളും ഈ ലോകത്ത് നിന്ന് തുടച്ചു മാറ്റപ്പെടട്ടെ. ശാശ്വതമായ യഥാർത്ഥമായ സമാധാനത്തിന്റെ പ്രഭാതങ്ങൾ ലോകത്തിൽ പുലരട്ടെ എന്ന് ആശംസിക്കാം, പ്രാർത്ഥിക്കാം. ഈ ചർച്ചയിൽ പങ്കെടുത്ത 3 പേർക്കും, ഫാദർ റോയ് കണ്ണഞ്ചിറ, ശ്രീമതി ജോയ്സ് മേരി ആന്റണി, ഡോക്ടർ ചാക്കോ കാളമ്പറമ്പിൽ, 3 പേർക്കും നന്ദി.